ഈ വീഡിയോ കണ്ടു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് ആണ്. വാണിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയമില്ലാത്തവർ ദയവായി ഈ വീഡിയോ കാണരുത്. ഈ വീടിൻ്റെ തമ്നയിലിൽ നിങ്ങൾ കണ്ട പോലെ ഒരു ലക്ഷറി വീടാണ്, ഒരു വലിയ വീടാണ്. ഈ വീടിൻ്റെ A to Z കാര്യങ്ങളും കാണിച്ചെടുക്കാൻ കുറേ സമയമെടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെ സമയമില്ലാത്തവർ സ്കിപ്പ് ചെയ്യുക. ഇനി കാണണമെന്ന് ആഗ്രഹമുള്ളവർ ഇപ്പോൾ സമയമില്ല വാച്ച് ലേറ്റർ ഇട്ട് പിന്നീട് കാണുക. ഓക്കെ, അടിച്ചടിച്ച് ഈ വീഡിയോ നിങ്ങൾ കാണരുത്. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പല കാര്യങ്ങളും മിസ് ചെയ്യും. ഒരുപാട് കാണാനുള്ള കാര്യങ്ങൾ ഈ വീട്ടിനകത്തുണ്ട്. അപ്പോൾ അതെല്ലാം ഡീറ്റെയിൽഡായിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരിക തന്നെ ചെയ്യും. കാരണം ഇത് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല, ഒരുപാട് ആളുകൾക്കുള്ള വീഡിയോ ആണ്. ഡീറ്റെയിൽസ് ആയിട്ട് ചോദിക്കുന്നവർക്കും ഡീറ്റെയിൽസ് ആയിട്ട് വേണ്ടാത്തവരും ഈ ഒരു വീഡിയോ ചിലപ്പോൾ ആവശ്യം വന്നേക്കാം. അപ്പോൾ എങ്ങനെ മുഴുവൻ കാണുകയല്ലേ? തുടങ്ങാം. നമുക്ക് ആദ്യം ഗേറ്റിന് വെളിയിൽ നിന്ന് തുടങ്ങാം. വാ. ഇതൊരു ലക്ഷറി വീടാണ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഏകദേശം 8.5 കോടി രൂപ വിലയാണ്. ഞാൻ ആദ്യമേ വില അങ്ങ് പറയുകയാണ്. കാരണം ഈ പ്രൈസ് ഉണ്ട്, ബഡ്ജറ്റ് ഉണ്ട്, വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതിയല്ലോ. പിന്നെ അല്ലാതെ ക്യൂരിയോസിറ്റി ഉണ്ട്, ഇതിനുള്ളിൽ എന്താണ് അല്ലെങ്കിൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് എന്നറിയാനുള്ള ആളുകളും ചിലപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടേക്കാം. പിന്നെ തെറി വിളിക്കാൻ വരുന്ന ഒരാളുകളോട് എനിക്ക് പറയാനൊന്നുമില്ല. നിങ്ങളും ഈ വീഡിയോ കണ്ടു നിങ്ങളും തെറി വിളിച്ചോ, ഒരു കാര്യമില്ല. നിങ്ങൾ വെറുതെ തെറി വിളിച്ചോ. ഇനി വേറൊരു കൂട്ടം ആൾക്കാരുണ്ട്, വീഡിയോ പോസ്റ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത ദിവസം ഇത് ഈ വിലക്കുള്ളതില്ല, ഇത് വിൽക്കുന്ന ആൾ ഈ വിലക്കാണ് വിൽക്കുന്നത്. അയാൾക്ക് ചിലപ്പോൾ ബാർഗെയിൻ ചെയ്ത് ചിലപ്പോൾ കുറയ്ക്കുമായിരിക്കും, ഇല്ലായിരിക്കാം. അത് അയാളുടെ ഓപ്ഷനാണ്. നിങ്ങളുടെ കയ്യിലുള്ള സാധനത്തിൻ്റെ വില നിർണ്ണയിക്കുന്നത് നിങ്ങളാണ്, അത് മറ്റൊരാളല്ല. തീർച്ചയായിട്ടും മാർക്കറ്റ് വിലയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, തീർച്ചയായിട്ടും അതൊക്കെ നോക്കുക. ഇത് എന്തായാലും സിനിമ നടന്മാർ അല്ലേ, നടന്മാരും നടിമാരും ഷൂട്ട് ചെയ്ത വീടാണ്. പക്ഷേ പുതിയ വീടാണ്, താമസിച്ചിട്ടില്ല. അപ്പോൾ ഒരുപാട് സിനിമകളിലുള്ള വീടാണ്. അപ്പോൾ ഈ വീടാണ് ഇവിടെ വിൽക്കുവാനായിട്ടുള്ളതും. അപ്പോൾ ആദ്യം ഈ സ്ഥലം എവിടെയാണെന്ന് നിങ്ങളോട് പറയേണ്ടതുണ്ട്. ഇത് പൂക്കാട്ടുപടിയാണ്, എറണാകുളം ജില്ലയിലെ പൂക്കാട്ടുപടിയാണ്. ഇവിടെ നിന്ന് മെയിൻ റോഡിലേക്ക്, പൂക്കാട്ടുപടി റോഡിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 100 മീറ്റർ മാത്രമാണ്. ഇതാണ് ഈ വീട്ടിലേക്ക് വരാനുള്ള വഴി. വഴി ആദ്യം കാണിച്ചു കൊടുത്തരാം. ഇൻ്റർലോക്ക് ബ്രിക്സ് ഒക്കെ ഇട്ട് അവിടെ നമ്മുടെ നെക്സോൺ കിടപ്പുണ്ട്, വണ്ടി അവിടം വരെ വരത്തുള്ളൂ. അവിടെ ജസ്റ്റ് ഇപ്പം ക്ലോസ് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ചുറ്റുമതിൽ നിങ്ങൾക്ക് കാണാം. വളരെ വീതിയുള്ള വഴിയാണ്, അത്യാവശ്യം വലിയ വാഹനങ്ങൾ വരും, ഫയർ എഞ്ചിൻ വരും. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞങ്ങളൊരു ക്ലയൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് ഇതാണ്, വലിയ വീട് വേണം, ലക്ഷറി വീട് വേണം, പക്ഷേ വീട്ടിലേക്ക് അല്ലെങ്കിൽ വീടിൻ്റെ എൻട്രൻസിലേക്ക് ഫയർ എഞ്ചിൻ കടന്നു വരണം. അല്ല, പുള്ളി പറഞ്ഞത് തെറ്റൊന്നുമല്ല കേട്ടോ, തെറ്റൊന്നുമല്ല, ഓരോരുത്തരുടെ ആവശ്യം. ഓരോരുത്തരുടെ ആവശ്യമാണ്. അത്രയും ലക്ഷറി വീടുകളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും എന്തെങ്കിലും തീപിടുത്തം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫയർ എഞ്ചിൻ വരിക തന്നെ വേണം. അങ്ങനെ നിയമമൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. എനിക്ക് ആ നിയമത്തെ പറ്റി അറിയില്ല. നിങ്ങളിൽ ആർക്കെങ്കിലും അറിയോ? നിനക്കറിയാമോ? എനിക്കറിയില്ല. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്നുള്ളവർ കമൻറ്റിൽ പറയുക. ആംബുലൻസ് വരണം, ഫയർ എഞ്ചിൻ വരണം എല്ലാ വീടുകളിലേക്കും എന്നുള്ള കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനാണ് നിയമം. എനിക്ക് നിയമത്തെ പറ്റി കൂടുതൽ അഗ്രഗണ്യനല്ല ഞാൻ. അപ്പോൾ ബാക്കിയുള്ളവരൊന്ന് കമൻറ്റിൽ പറഞ്ഞേക്കാം. അപ്പോൾ ആദ്യം വരുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ഭാഗമാണ് കയറുന്നത്. അപ്പോൾ ഇത് ഗേറ്റാണ് നമ്മുടെ. സത്യം പറഞ്ഞാൽ ഈ ഗേറ്റ് പോലും മതിൽ. അപ്പോൾ ഈ മതിൽ നീ എവിടെ നേരത്തെ കണ്ടിട്ടുണ്ടോ? ലുലു, അതെ, ലുലുവിൻ്റെ ആ മതിൽ ഏകദേശം ഇതേപോലെയാണ് ഡിസൈൻ ചെയ്തത്. ഇവിടെ കുറച്ച് വെർട്ടിക്കൽ ഗാർഡൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പെബിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തെ കുറച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്, മെഷൊക്കെ അടിച്ച്. ഇത് നമ്മൾ പുറംവശം മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇനി നമ്മൾ ഗേറ്റ് കാണേണ്ടതുണ്ട്. ഇവിടാണ് ഗേറ്റ്. വലിയ വാഹനം സുഖമായിട്ടും കയറിപ്പോവും. ഒരു 407 ലോറിയൊക്കെ സുഖമായിട്ടും കയറിപ്പോവും, കുഴപ്പമില്ല. 407 ലോറി എന്ന് ഞാൻ പറയാൻ കാരണം ഈ ഹൈറ്റ് കാരണമാണ്. ഇനി വേണേൽ വലിയ ട്രെയിലറും സുഖമായിട്ട് കയറിപ്പോവും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വലിയ വീതിയുള്ള ഗേറ്റാണ്. ഗേറ്റ് 2 വശങ്ങളിലേക്ക് തുറക്കാവുന്നതാണ്. ഗേറ്റിൻ്റെ കാര്യം മുതൽ തന്നെ പറയാം. ഗേറ്റിൻ്റെ വീതി നിങ്ങൾ കണ്ടോണം. നോക്കി, ഇതിൻ്റെ കട്ടി നിങ്ങൾ കണ്ടിട്ട് പറയണം ഇതെങ്ങനെയാണെന്ന്. എന്ത് കട്ടി! ഇത് ഇരുമ്പാട്ടോ, മൊത്തം ഇരുമ്പാണ്. ഇത്രയും കട്ടിയുള്ള ഗേറ്റാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇരുമ്പിൻ്റെ ഗേറ്റ് 2 സൈഡിലേക്ക്. അപ്പോൾ ഈ ഗേറ്റ് ഓട്ടോമേഷൻ ചെയ്യാനായിട്ട്, അതായത് മോട്ടർ ഘടിപ്പിക്കാനുള്ള സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും അതിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടം വരെയും ആ ഒരു ഇൻ്റർലോക്ക് ബ്രിക്സ് റോഡിൻ്റെ വന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് മുഴുവൻ കടപ്പക്കല്ലുകളുടെ കളികളാണ്. മനോഹരമായ ഒരു ഗാർഡനിലേക്കാണ് നമ്മൾ ആദ്യം എത്തുന്നത് കേട്ടോ. അപ്പോൾ പാർക്കിലോട്ടൊക്കെ കയറി വരും. അതെ, ഒരു പാർക്കിലേക്ക് കയറി വരും. അത് നമ്മൾ പറഞ്ഞില്ലേ, സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടി ആളുകൾ ഈ വീട് തിരഞ്ഞെടുക്കാനുള്ള കാരണം എനിക്ക് തോന്നുന്നു ഈ ലാൻഡ്സ്കേപ്പും ഈ ഭംഗിയും ഒക്കെ കണ്ടതുകൊണ്ടായിരിക്കാം. അതേപോലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യം ഇവിടുത്തെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണത്. അതേപോലെ നല്ല രീതിയിൽ പ്രകൃതി ആസ്വദിക്കാൻ പറ്റും. എടപ്പള്ളിയിലേക്കൊക്കെ ഒരു 10 കിലോമീറ്റർ 12 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്നുള്ള ദൂരം. അപ്പോൾ അത്രയും ഈസി ആയിട്ട് തന്നെ ടൗണിലേക്ക് എത്താം. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസ്. പിന്നെ ഈ വീട് ഇരിക്കുന്ന സ്ഥലം അത് നമ്മൾ എടുത്ത് പറയുന്നുണ്ട്. 50 സെൻറ്റ് സ്ഥലമാണ്. അതേപോലെ തന്നെ 13,000 സ്ക്വയർ ഫീറ്റ് വീടാണ്. വീട് കാണിക്കാം, വെയിറ്റ് പറയാം, നിങ്ങൾ തെറി വിളിക്കല്ലേ, കാണിക്കാം. 5 ബെഡ്റൂമുകളാണുള്ളത്.
10,000 സ്ക്വയർ ഫീറ്റ് 5 ബെഡ്റൂമേ ഉള്ളോ എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവും അല്ലേ? ബെഡ്റൂമൊക്കെ കാണണം, അതെ, മതിയായ വലിപ്പമാണ്. അപ്പോൾ നേരെ വരുമ്പോൾ തന്നെ ഇവിടെ ആയിട്ട് ഒരു ബാഡ്മിൻ്റൺ കോർട്ടാണ് കൊടുത്തേക്കുന്നത്. ബാഡ്മിൻ്റൺ കോർട്ട് അതിൻ്റെ തൂണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇനി ഇതല്ല കോർട്ട്, ഇങ്ങനെയല്ല, കോർട്ടിന് വേറെ സാധനങ്ങളൊക്കെയാണ് വിരിക്കേണ്ടത് കമൻറ്റുകൾ ഇപ്പോൾ വരുമായിരിക്കും. പക്ഷേ അത് നിങ്ങളുടെ ഇഷ്ടം, കമൻറ്റ് ചെയ്യാം, കമൻറ്റ് ചെയ്യാതിരിക്കാം. നിലവിൽ ഇങ്ങനെ ഒരു കോർട്ട് ഇവിടെ ഉണ്ട്. അതെ, അത് മാത്രമേ ഞങ്ങൾ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഈ സൈഡിലൊക്കെ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ എല്ലാ ചെടികളിലേക്കും വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് എത്താനായിട്ട് സ്പ്രിംഗ്ലർ മറ്റു കാര്യങ്ങളെല്ലാം എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെടികളെല്ലാം പൂത്തുലഞ്ഞ് നിൽപ്പുണ്ട്. അതും കാണിച്ചേക്കാം. നോക്കിയേ, ഇഷ്ടം മാതിരി ചെടി. ഇത് കൊങ്ങിണിപ്പൂ അല്ലേ, അങ്ങനല്ലേ ഇതിന് പറഞ്ഞേ? നല്ല മണം. ഇതിൻ്റെ മണത്തിനൊരു പ്രത്യേക രസമാണ്, ഒരുമാതിരി കുത്തി കയറുന്ന മണം അല്ലേ. പണ്ട് നമ്മുടെ ഗ്രാമവീഥികളിലെല്ലാം ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കണ്ടുകൊണ്ടിരുന്ന ചെടിയാണ്. ഞാനിങ്ങനെ പൂ പറിക്കുന്നത് കണ്ട് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ തീർച്ചയായിട്ടും എന്നെ തെറി വിളിക്കും. അവൾക്ക് പൂ പറിക്കുന്നത് ഇഷ്ടമല്ല. എന്താ അറിയത്തില്ല, പൂ പറിക്കുന്നത് മാത്രം പുള്ളിക്കാരിക്ക് ഇഷ്ടമല്ല. പുള്ളിക്കാരിക്ക് മാത്രമല്ല, ഒട്ടുമിക്ക ആളുകൾക്കും. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമാണോ പൂ പറിക്കുന്നത്? ഒന്ന് കമൻറ്റ് പറയണം കേട്ടോ. അപ്പോൾ ഇവിടെ ആയിട്ട് നോക്കിയേ, ഇനി നമ്മൾ വീടിൻ്റെ ബാക്കി ഭാഗത്തേക്ക് പോകാം. ഇവിടെ ഈ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു കൊടുത്തരാ വീടിൻ്റെ. ഇവിടെ നിന്ന് കാണിച്ചു കൊടുക്കുക. ഇവിടെ നിന്ന് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക. കണ്ട, ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ കുറേ ഐഡിയാസ് വന്നിട്ടുണ്ടാവും. ഒരു ചെറിയ ഐഡിയ ഇപ്പോഴും മനസ്സിലായിട്ടില്ല വീടിൻ്റെ ഡിസൈൻ ആണെന്നുള്ള കാര്യം. അത് ഏറ്റവും മുൻഭാഗത്ത് നിന്ന് തന്നെ കാണണം. അപ്പോൾ ഈ സൈഡിൽ വലിയ പാം ട്രീ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സൈഡിൽ ഗാർഡൻസിനകത്ത് എല്ലാം ലൈറ്റും ഉണ്ട് കേട്ടോ. ഇച്ചിരി സന്ധ്യ ആകുമ്പോഴേ ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. പിന്നെ ഇപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ ചെടികളൊക്കെ മൊത്തവും ചെടികൾ നട്ടുപിടിപ്പിച്ചേക്കാം. വളരെ ഭംഗിയായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരെ വന്നു കഴിഞ്ഞാൽ വിശാലമായ നമ്മളുടെ മുറ്റത്തേക്ക് വരികയാണ്. ഓക്കെ, എന്ത് വലിയ മുറ്റമാണെന്നുള്ള കാര്യം. ഇവിടെ ആയിട്ട് കവേർഡായിട്ടുള്ള കാർ പാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് 3-4 വാഹനങ്ങൾ സുഖമായിട്ടും പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവിടെ നമുക്ക് കിട്ടുക. നോക്കിയേ, എന്തോരം വലിയ പാർക്കിംഗ് സ്പേസ് ആണെന്നുള്ള കാര്യം. അത് കവേർഡ് കാർ പാർക്കിംഗ് നമുക്ക് ഇവിടെ കൃത്യമായിട്ടും കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കഴുകാനും അല്ലെ അത്ര ഒരു വാഷ് ഏരിയയ്ക്കായിട്ട് ഈ ഒരു ഭാഗത്തെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ധാരാളം സ്പേസ് ഇവിടെയുണ്ട്. ഇനി ഇത് കൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ബലവൃക്ഷങ്ങൾ. ഇനി അടുത്ത് വന്നിരുന്ന് അടുത്ത് കാണിച്ചു കൊടുത്തേ. ഇവിടേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ബലവൃക്ഷങ്ങൾ ഇതിനകത്തുണ്ട് കേട്ടോ, നട്ടു വെച്ചിട്ടുണ്ട്. മാവ്, അതുപോലെ തന്നെ ഓറഞ്ച്, കുറേ സാധനങ്ങൾ, സപ്പോർട്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിനകത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ കൃത്യമായിട്ട് ഷീറ്റൊക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് അവരതിനെ നട്ടു വളർത്തിയിരിക്കുന്നത്. ഇവിടെയൊക്കെ ചെടി, എല്ലാ ചെടികളും പൂത്തുലഞ്ഞ് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പൂത്തുലഞ്ഞ് നിൽക്കുന്ന ചെടി കാണാൻ തീർച്ചയായിട്ടും ഒരു ഭംഗി തന്നെയാണ് അല്ലേ? അതെ അല്ലേ? അതെ അതെ. നിങ്ങളുടെ അഭിപ്രായം പറയും, ഇവരുടെ അഭിപ്രായം പറയട്ടെ. എടാ, നീ ഇവിടെ ഇന്നുകൊണ്ട് ഈ വീടൊന്ന് കാണിച്ചു കൊടുത്തേ. ഇവിടെ ഇന്നുണ്ട്. അപ്പം കൃത്യമായിട്ട് ഈ വീടിൻ്റെ ഡിസൈൻ ഒന്ന് മനസ്സിലാവും. എങ്ങനെയാണ് ഈ ഒരു വീട് എന്നുള്ള കാര്യം കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? നോക്കിയേ, ആ ഒരു എ ഷേപ്പ് ഡിസൈൻസും ആ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻസും എന്ത് ഡിസൈനാണല്ലേ, എന്താ ഒരു മാസ് ലുക്കാണല്ലേ. വെറൈറ്റി ഡിസൈൻ, പക്ക ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു രക്ഷയില്ല. കലിപ്പ് ഡിസൈൻ. ഇനി ഇവിടേക്ക് വാ, വീട് കണ്ട് ഇനി ആരും ഈ സ്ഥലം ഇത്രയും കണ്ടു കഴിയണം കേട്ടോ. എന്നിട്ട് ബാക്കി നമുക്ക് വീടിൻ്റെ കാര്യങ്ങളൊക്കെ. ഇവിടേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ആയിട്ട് ഒരു കിണർ, ഈ ഒരു ഭാഗത്തൊരു കിണർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ പണി വേസ്റ്റ് വന്ന സാധനങ്ങളെല്ലാം ഇട്ടേക്കാണ്. നിങ്ങൾക്കൊരു വേണമെങ്കിൽ കുട്ടികൾക്ക് ഓടി നടന്ന് കളിക്കാനൊക്കെ ആയിട്ട് ഒരു ഗാർഡൻ സ്പേസോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ആക്കാം. അതിനുള്ള സ്പേസ്, ഇഷ്ടംപോലെ സ്പേസ് അപ്പുറത്തുണ്ട്, ഇല്ലെന്നല്ല. ഇനി വേണമെങ്കിൽ അങ്ങനെ ഒരു പ്ലേ ഗ്രൗണ്ട് സ്പേസൊക്കെ ആക്കി എടുക്കാൻ പറ്റും. കാരണം കുറേ മരങ്ങളുണ്ട്, അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. നല്ല തണലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇത് കൊക്കോ അല്ലേ? കൊക്കോ അല്ലേ? കൊക്കോ. എനിക്കറിയാത്തൊരു ചെടിയുണ്ടോ. ഇവിടെ ഒരു ചെടി. ഇതെന്ത് ചെടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കിണറിനപ്പുറത്തേക്കുന്നത് അതിനകത്തൊരു തരം അത് കഴിക്കാൻ പറ്റും. ഔഷധമാണ്. ഞാൻ പഠിച്ച കോളേജിലുണ്ടായിരുന്നു. പക്ഷെ സംഗതി കൊള്ളാം കേട്ടോ. അതിൻ്റെ വെറൈറ്റി ആട്ടോ. ഇതിനകത്തേക്ക് ഓടിച്ചെന്ന് കയറുന്നത് എങ്ങനെ? ഈശ്വര, ഇത് പഴുത്തതാണോ എന്ന് എനിക്കറിയില്ല. ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് ഞാൻ കഴിച്ചിട്ടില്ല. ഇത് പറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അവർ തെറി വിളിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ സാധനം കൊള്ളാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം കാണുന്നത് കേട്ടോ. നമ്മുടെ അത്തിയുടെയൊക്കെ ഒരു സംഭവം കഴിക്കണോ സാറേ? ആണോ? ചെറിയൊരു പുളിർപ്പും ചവപ്പും ഒക്കെ ഉണ്ട്. ഇത് പഴുത്തിട്ടില്ല, അതുകൊണ്ടാണ്. എന്തായാലും കൊള്ളാം. ഞാൻ കഴിച്ചിട്ടില്ല, അറിയാവുന്നവരെ അതിൻ്റെ പേരൊക്കെ പറഞ്ഞു കേട്ടോ. ഇനി ഇവിടെ പേരക്ക തന്നെ കുറേ ഉണ്ട് കേട്ടോ. ഞങ്ങൾ കുറേ പൊട്ടിച്ച് കഴിച്ചായിരുന്നു. നമ്മൾ ഫസ്റ്റ് ഗ്യാപ്പിൽ തന്നെ ആ സാധനമൊക്കെ നമ്മൾ തകർത്ത് തീർത്ത്. ഇനി നമുക്ക് വേറെ എന്താ കാണിക്കേണ്ട? ഇപ്പുറത്തെ സൈഡ് വേറൊരു പാർക്കിംഗ് കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കണ്ട പാർക്കിംഗ് കൂടാതെ അഡീഷണൽ ഒരു പാർക്കിംഗ് ഉണ്ട്. ഇനി ഇവിടെ നിങ്ങളുടെ സാധാ വണ്ടിയൊക്കെ ഇട്ടാൽ കേട്ടോ, താറ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഇട്ടാൽ നിങ്ങളുടെ BMO അല്ലെങ്കിൽ മെഴ്സിഡീസോ, റോൾസ് റോയ്സ് ആയിക്കോട്ടെ, റോൾസ് റോയ്സ് ഇട്ടാൽ മതി.
നിങ്ങളുടെ റോൾസ് റോയ്സ് ഇടാനായിട്ട് പറ്റിയ സ്പേസ് ആണ്. അത് കൃത്യമായിട്ട് വേറെ ഡിസൈനാണ്. പിന്നെ നമുക്ക് CCTV ക്യാമറ, സെക്യൂരിറ്റിക്ക് വേണ്ടി ആ സാധനം അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പറയണമല്ലോ. ഓ, ഇവിടെ റോൾസ് റോയ്സ് കയറി വരുമ്പോ തന്നെ ഒരു ഒരു രക്ഷ ഉണ്ടാകത്തില്ല. കാലക്കനായിരിക്കും ഇവിടെ റോൾസ് റോയ്സ് കിടക്കുന്നത്. ആലോചിച്ച് നോക്കിയേ. അല്ലെ ഒരു മെയ്ബ കിടക്കുന്നതായാലോ മെർസിഡീസിന്റെ, അതായാലും മതി. ഏതെങ്കിലും ഒരു പ്രീമിയം വണ്ടി കിടന്നാ മതി. അല്ലെങ്കിൽ 7 സീരീസ് ആയിക്കോട്ടെ. ഇവിടെ നിന്ന് നടന്നു വരുന്നു, നടന്നല്ല ഓടിച്ചോണ്ട് വരുന്നു. നേരെ കാണുന്നു അല്ലേ. പൊള്ളി. അപ്പോൾ അവിടുന്ന് വരുന്ന കാണാൻ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ സിനിമയിലൊക്കെ ഇതിനെ എടുക്കാനല്ല ഈ വീടിനെ ചൂസ് ചെയ്യാനുള്ള കാരണം ഇതാണ്. ഈ ഒരു ബ്യൂട്ടി തന്നെയാണ്. അപ്പോൾ ഈ വീട് സിനിമയിൽ മുമ്പ് എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയാം. ഞാൻ ആ സിനിമകളുടെ പേരൊന്നും പറയില്ല. നിങ്ങൾക്കറിയാവുന്നവർ ഒന്ന് കമൻറ്റിൽ പറഞ്ഞേക്കുക. അപ്പോൾ വീണ്ടും ഡിസൈൻസ് കണ്ടോ, എന്താണ് ഹൈറ്റ് കൊടുത്തേക്ക് നോക്കിയേ. ഒരു 3 നില അല്ലേ, 3 നില ആ ഒരു രീതിയിലായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനിൻ്റെ പേര് കാര്യങ്ങളൊക്കെ ആർക്കിടെക്ചറൽ ഡിസൈനാണ്. നിങ്ങൾ തന്നെ കമൻറ്റിൽ പറയുക, ഞാനായിട്ട് പറയുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറിയാലോടാ. കയറാം. പുറവശം ഇനി അപ്പുറത്തൂടെ വന്ന് കാണിക്കേണ്ട സ്ഥലങ്ങൾ ഇനി വേറെ ഉണ്ട്, ഇത് കൂടാതെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അകത്തേക്ക് അങ്ങ് കയറാം. യെസ്. ഈ GAയുടെ സ്ക്വയർ ട്യൂബ് വെച്ചുള്ള ഡിസൈൻ വർക്കാണ് എനിക്ക് തോന്നുന്നത് ഈ വീടിൻ്റെ ഫ്രണ്ടിന് ഇത്രയും ലുക്ക് തരുന്നത് അല്ലേ. നിനക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ? തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും. അപ്പോൾ കയറി വരും, നമ്മൾ നേരെ സിറ്റ് ഔട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇത്രയും ഗ്രാനൈറ്റ്, ഇവിടെ തൊട്ട് പടികൾ തുടങ്ങുകയാണ്. പടികൾ ഇവിടെ എല്ലാം സ്ട്രിപ്പ് ലൈറ്റുകളുണ്ട്. എനിക്ക് ഈ പകൽ വെളിച്ചത്തിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അതേപോലെ തന്നെ കയറി പോകുന്ന ഈ ഒരു ഭാഗം നോക്കിയേ, ഇത് ഗ്ലാസ് ഇട്ടേക്കാണ് ഇവിടെ. എന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസ്സിനകത്ത് ഇവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, സ്പോട്ട് ലൈറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ കണ്ടോ, അതിനകത്തൊക്കെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മഴ പെയ്യുമ്പോൾ നല്ല രസമായിരിക്കും ഈ ഒരു ഭാഗത്ത് നിൽക്കാനായിട്ട്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ആ സ്ക്വയർ ട്യൂബ് വെച്ചുള്ള ഡിസൈൻ വർക്കാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതിനകത്ത് നോക്കി 2-way കോൺവെക്സ് ലൈറ്റുകൾ അവിടെ കൊടുത്തേക്കുന്നത് നമുക്ക് കാണാം കേട്ടോ. ബാ, ഇനി ഈ ഒരു ഭിത്തി നോക്കിയേ, അത് എനിക്കൊന്ന് ക്ലാഡിങ് സ്റ്റോൺസ് ആണ് കേട്ടോ. അതിനെ കട്ട് ചെയ്ത് മറ്റേ അതിൻ്റെ ഡിസൈൻ അല്ലേ, പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട്. അതേപോലെ ഇവിടെ കൊടുത്തേക്കുന്ന ആ പെബിൾസ് നോക്കിയേ, അതിനകത്തൊക്കെ ലൈറ്റും ഇൻഡോർ, ഇതെല്ലാം ഒറിജിനൽ പ്ലാന്റ്സ് ആണ് കേട്ടോ, പ്ലാസ്റ്റിക് ഒന്നുമല്ല. ഇനി പ്ലാസ്റ്റിക് എന്നുള്ള കമൻറ്റ് ഒന്നും പറയരുത്, അതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ സിറ്റ് ഔട്ടിലേക്ക് കയറി വരിക. അപ്പോൾ നേരെ കയറി വരുമ്പോൾ സിറ്റ് ഔട്ടിൽ തന്നെ അല്ല ഈ ഒരു സ്പേസിൽ തന്നെ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞാൽ ആദ്യം ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സിറ്റിംഗ് സ്പേസ്, ഇതൊരു സിറ്റിംഗ് സ്പേസ് ആണ് കേട്ടോ. ഇതിപ്പം ജസ്റ്റ് അവർ മറച്ചിട്ടേക്കുന്ന ഒരു സിറ്റിംഗ് സ്പേസ് ആണ്. ഇതെന്ന് വെച്ചാൽ ഇതിനടിയിൽ നമ്മുടെ ഷൂവും ചെരുപ്പുകളും ഒക്കെ ഇടാം. ഷൂ ഇടുന്ന സമയത്ത് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഷൂ ഇടാൻ വേണ്ടി മാത്രമുള്ള ഒരു സിറ്റിംഗ് സ്പേസ് ആണ്, അതല്ലാതെ വേറെ ഒന്നുമല്ല. ഈ സാധനം അത്യാവശ്യം കേട്ടാ. ഇന്ന് എൻ്റെ ഒരു ഷൂ പട്ടി അടിച്ചിട്ട് പോയി. എൻ്റെ ഒരു ഷൂവും വാപ്പാടെ ഒരു ചെരുപ്പും. നന്നായി. അതെ, സൂക്ഷിച്ചു വെക്കണം. ഇവിടെ അങ്ങനെയൊക്കെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഇനി ഇതാ ഈ സ്പേസിലേക്ക്, ഇത് ബാംഗ്ലൂർ സ്റ്റോൺസ് ആട്ടോ. ബാംഗ്ലൂർ സ്റ്റോൺസിൻ്റെ ഇടഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ പെബിൾസിനെ ഉപയോഗിച്ചേക്കുന്ന കാണാൻ പറ്റും. ഇവിടുത്തെ ഈ ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള ഈ സ്പേസ് ഇത് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കുന്നത് തന്നെ വേണം. നോക്കി ആ കൊടുത്തേക്കുന്ന ഹാങ്ങിങ് ലൈറ്റ് നോക്കി, എന്താ ഭംഗി അല്ലേ, കലിപ്പ് ലുക്ക്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയേ, ഇവിടെ ആയിട്ട് ആ സ്ക്വയർ ട്യൂബിൻ്റെ ആ ഒരു ഡിസൈൻ വർക്ക് നോക്കി, എന്ത് ഡിസൈനാണ് ചെയ്തേക്കുന്നത് അല്ലേ. ഇത് ACP വർക്കാട്ടോ ഈ ഒരു ഭാഗം. പക്ഷെ ഇതിനകത്തുള്ള എല്ലാം വലിയ സ്ക്വയർ ട്യൂബും C ചാനൽസും ഒക്കെ കയറി പോയേക്കാണ്. പിന്നെ അതൊക്കെ തന്നെ ഈ തൂണ് നോക്കിയേ, അതിന് നല്ലൊരു ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു തൂണിനകത്ത്. അതേപോലെ തന്നെ ഇവിടുന്ന് മുകളിലോട്ട് നോക്കിയടാ, ആ ഹാങ്ങിങ് ലൈറ്റ് അങ്ങോട്ട് വാഴപ്പിണ്ടി കെട്ടി തൂക്കിയിട്ടേന്ന് ആദ്യമുണ്ടല്ലേ. അപ്പോൾ വാഴപ്പിണ്ടി ലൈറ്റ്, നമുക്ക് വേണമെങ്കിൽ അതിനെ വാഴപ്പിണ്ടി ലൈറ്റ് എന്ന് വിളിക്കാം. ആ ലൈറ്റിൻ്റെ പേരറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ട്രോളാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രോളിക്കൊള്ളുക. ഇനി നമുക്ക് തടികളുടെ കാര്യം നോക്കാം. തടികൾ തേക്കുണ്ട്, ചെറുതേക്കുണ്ട്. അതാണ് മെയിനായിട്ട് മരങ്ങൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഡോറ്. അപ്പോൾ മെയിൻ ഡോറ് അത്യാവശ്യം നല്ല വീതിയുള്ള ഒരു ഡോറാണ്. ഒരു ഡബിൾ കോട്ട് കട്ടിലിൻ്റെ വീതി അല്ലേ, അത്യാവശ്യം നല്ല വീതിയുണ്ട്. അതേപോലെ തന്നെ ഇത് ഫുള്ളും തേക്കാണ് ഉപയോഗിച്ചേക്കുന്നത്. അതേപോലെ തന്നെ ഡോർ ലോക്ക് നോക്കാം, സ്മാർട്ട് ലോക്സ് ആണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് തുറന്നകത്തേക്ക് കയറാം. വാവ്, കയറി വാ. നേരെ കയറി വരുന്ന വിശാലമായ നല്ല രീതിയിൽ സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്പേസിലേക്കാണ്. നോക്കിയേ, ഇപ്പോൾ ഇവിടെ ഫുൾ ഓപ്പണായിട്ട് കിടക്കുന്നത്. കറക്റ്റ് നമ്മൾ ഒരു വീടിനകത്താണെന്നല്ല, ഒരുപാട് ലൈറ്റുകൾക്കിടയിൽ നിൽക്കുക എന്നുള്ളൊരു ഫീലൊന്നുമില്ല. കാരണം എന്താ പറയുക, നാച്ചുറൽ ലൈറ്റ് ഇതിനകത്ത് അത്രയ്ക്കുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഭിത്തി, ഇത് നിങ്ങൾ വിചാരിക്കും നോർമൽ TV യൂണിറ്റ് ആണ്. ഇത് TV യൂണിറ്റ് ഏരിയ ഒന്നുമല്ല. അപ്പോൾ ഇവിടെ നോക്കിയേ, ആ വെർട്ടിക്കൽ ഡിസൈനിനകത്ത് കൊടുത്തേക്കുന്ന ആ ലൂവർ ഡിസൈൻ മാതിരി ഇത് WPC മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനിടയ്ക്കായിട്ട് ആ ഒരു പ്രൊഫൈൽ ലൈറ്റുകളെ 2 വശങ്ങളിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും TV വെക്കാനുള്ളൊരു സ്പേസ് അല്ല ഇത്.
അപ്പോൾ ടി വി ഒക്കെ വേറെ, അതിനുള്ള സ്പേസ്, എൻ്റർടൈൻമെൻറ്റിനുള്ള സ്പേസ് ഒക്കെ വേറെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ ഷൂ ഇടാനിരുന്നില്ലേ, ആ സ്പേസിൽ കൊടുത്തേക്കുന്ന ഇവിടെ ഗ്ലാസ് ആണ്, മൊത്തം ഗ്ലാസ് ആണ്. ഇത് ഫുള്ള് ടഫ് ആൻഡ് ഗ്ലാസ് ആണ് കേട്ടോ. ടഫ് ഗ്ലാസ് ആണ് എന്നുള്ള കാര്യം എടുത്ത് പറയണം. കാരണം സേഫ്റ്റിയുടെ കാര്യം ചോദിക്കുന്ന പല ആളുകളുണ്ടാവും. ഒരു കാരണവശാലും പേടിക്കേണ്ട, പക്ക സേഫാണ് ഗ്ലാസ്. കയറി നിന്നാലും പൊട്ടൂല. അതിന് ഉദാഹരണം നമുക്ക് അകത്തേക്ക് ചെല്ലുമ്പോൾ കാണാം. ഉച്ചയ്ക്ക് ഇന്ന് ബിരിയാണി പക്കം വരുന്നുണ്ട്. ഇനി ഇവിടെ മേളിലോട്ട് നോക്കിയാൽ ഡബിൾ ഹൈറ്റ് ആണ് ഈ ഭാഗത്തെ സ്പേസ്. അവിടെ നല്ലൊരു മനോഹരമായ ഒരു ഷാങ്ലിയ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ? രസമുണ്ടല്ലോടാ, നല്ല ഭംഗിയുള്ള ആ ഒരു ഷാങ്ലിയ ലൈറ്റ്. നല്ല കോസ്റ്റ്ലി ലൈറ്റ് ആണ് ഈ ഒരു ഭാഗം കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ നേരെ ഒരു ബാൽക്കണി അല്ലല്ലോ, ഒരു എന്താ പറയുക, ഒരു പാഷ്യോ ഏരിയ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു സ്പേസിലേക്ക് നമുക്ക് ഇറങ്ങാം. അപ്പോൾ ഇത് സ്ലൈഡിങ് ഡോറാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതെല്ലാം തേക്കാണ് കേട്ടോ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഡോർ തുറന്നാൽ നേരെ നമുക്ക് അവിടേക്ക് ഇറങ്ങാം. അപ്പോൾ ഇവിടെ നോക്കിയേ, നല്ല സ്പേസ് ഉണ്ട് ഇവിടെ. ഇവിടെ ആയിട്ടാണ് ഈ വീടിൻ്റെ സ്വിമ്മിംഗ് പൂളിൻ്റെ സ്ഥാനം. അപ്പോൾ സ്വിമ്മിംഗ് പൂൾ നോക്കിയേ, വാവ്, വെള്ളമൊന്നും നിറച്ചിട്ടില്ല. വെള്ളമില്ലാതെ എന്ത് സ്വിമ്മിംഗ് പൂളൊന്നും ചോദിച്ചു കളയരുത്. അപ്പോൾ ഏകദേശം അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡെപ്തുള്ള ഒരു പൂളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഈ പൂളിനടിയിൽ നല്ല ഒന്നാന്തരം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പൂളിൻ്റെ എന്താ പറയുക, ഫിൽറ്റേഴ്സും മറ്റു കാര്യങ്ങളുമൊക്കെ അടിയിലാണ് വെച്ചേക്കുന്നത്. അതിനൊക്കെയുള്ള സ്പേസ് ഉണ്ട്, നമുക്ക് അവിടേക്ക് പോകാം. അതിന് മുമ്പായിട്ട് ഇവിടെ കുറച്ച് സ്ഥലം അവിടെ കാണേണ്ടതുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വാ, ഇതൊന്നും കാണിച്ചു കൊടുക്കാം. ഇവിടെ കുറച്ച് ഗാർഡൻ ഏരിയ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ റോൾസ് റോയ്സ് വാഹനം ഇടാൻ പറ്റുന്ന സ്പേസില്ലേ, ആ സ്പേസിലേക്ക് ഇതുവഴി നമുക്ക് നടന്നു പോകാം. അതിനൊരു നടവഴി ഇതുവഴി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കടപ്പക്കല്ലുകൾ വെച്ചിട്ടാണ് ഈ ഒരു ഭാഗത്തെ ഒരുക്കിയിരിക്കുന്നത്. രണ്ട് സൈഡിലും മനോഹരമായിട്ട് ചെടികളും അതേപോലെ തന്നെ പാം ട്രീസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിനക്കിത് എന്നാ അറിയാവോടാ? അടക്കയോ? ഇത് അടക്കയൊന്നും വന്നിട്ട് എനിക്ക് തോന്നുന്നില്ല. അടക്കയാണോ? അടക്ക ഇത്രയും വലിയ മരവും, ഇത്രയും വലിയ അടയ്ക്കാ മരവും. ഈ അടയ്ക്കാ മരത്തിൻ്റെ അല്ലാതുള്ള പേര്, ഒഫീഷ്യലായിട്ടുള്ള പേര് പറയുന്ന ആളുകൾക്ക് എന്തുണ്ട്, സംഭാവനയുണ്ട്. അപ്പോൾ ഇതാണ് സ്പേസ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ അതാണ്. തൊട്ട് താഴെയായിട്ടൊരു പാടശേഖരമാണ്. അതിനുശേഷം അങ്ങ് അപ്പുറത്തായിട്ട് വീടുകളാണ്. തൊട്ട് ചേർന്ന് വീടുകളൊന്നുമില്ല എന്നുള്ളൊരു ഹൈലൈറ്റ് ഉണ്ട്. പ്രൈവസി, പക്ക പ്രൈവസി. പിന്നെ ഇവിടെ ഒരു കുളമുണ്ട് കേട്ടോ. അതൊരു കുളമാണ്. അപ്പോൾ ഇതിനകത്ത് മീനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നേരത്തെ വന്നപ്പോൾ ഞാൻ ആമയെ കണ്ടായിരുന്നു ഇതിനകത്ത്. അപ്പോൾ അത്യാവശ്യം ചൂണ്ടയിടാം. ഇനി ആമയെ ചൂണ്ടയിട്ട് കഴിക്കാമെന്ന് എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല. പക്ഷെ ചൂണ്ടയിടാം. ആമേനെ തിന്നുന്ന ആൾക്കാരുണ്ട്. പിന്നെ ആമയൊക്കെ തിന്നുന്ന എത്രയോ ആൾക്കാരുണ്ട്. നോക്കി നടക്കണം. ഇതിനകത്ത് പൂളിനകത്ത് വീണിട്ട് അടുത്തൊന്നും പറഞ്ഞേക്കരുത്. ബാ, ഇനി ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം ഇത്രത്തോളം സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. ഇവിടെ മുള വെച്ച് പിടിപ്പിച്ച് അലങ്കാര മുളകളാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടേക്ക് നോക്കിയേ, ഈ ഒരു ഭാഗത്ത് കടപ്പക്കല്ലുകളും ഉരുളൻ കല്ലുകളും ഇട്ട് വളരെ ഭംഗിയാക്കി തന്നെയാണ് ഈ ഒരു ഭാഗം കൊടുത്തേക്കുന്നത്. ഇനി താഴത്തെ സ്പേസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, വാ അതോടെ കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ ഈ പൂളിൻ്റെ അടിഭാഗമാണ്. അപ്പോൾ പൂളിൻ്റെ ഇതിന് തന്നെ എത്ര രൂപ ഇവർ ചിലവാക്കിയിട്ടുണ്ടാവും? നോക്കി, നിങ്ങൾക്ക് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഡംപ് ചെയ്ത് വെക്കാനുണ്ടെങ്കിൽ ഡംപ് ചെയ്ത് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സ്പേസാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. ഇവിടെ ആയിട്ട് നമ്മളുടെ ആ ഒരു പൂളിൻ്റെ ഫിൽറ്ററും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ചേക്കാണ്. ഇവിടെ ഞാൻ കുളമൊന്ന് കാണിച്ചു കൊടുത്തരാ. ഇതുവഴിയായിട്ട് ആ കുളമൊന്ന് കാണിച്ചു കൊടുത്തു. കണ്ടാ, ഇതിന് കുളം നമുക്ക് കൃത്യമായിട്ടും കാണാൻ പറ്റും. അപ്പോൾ ഇതിന് ചുറ്റും നടക്കാൻ കേട്ടോ, ഞാനിപ്പോൾ നടന്ന് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഈ ചുറ്റും കൂടെ നടന്നു വന്നാൽ ഇപ്പുറത്തു കൂടെ ഇവിടെ വരാം. അപ്പോൾ ഇവിടെ എല്ലാ സാധനങ്ങളും നമുക്ക് വെക്കാനുള്ള ധാരാളം സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അകത്തേക്ക് കയറിയാലോ? അകത്തോട്ട് കയറാം അല്ലേ? അപ്പോൾ ഇനി ഇവിടെ വേറൊരു കിണറും കൂടെ ഉണ്ട് കേട്ടോ. അതുകൂടെ അവിടെയായിട്ട് കിണർ, ആ കിണറിൻ്റെ അവിടേക്ക് നമുക്ക് ഇറങ്ങാം, പിന്നീട് ഇറങ്ങാം. അപ്പോൾ അവിടേക്ക് പോകുന്ന സമയത്ത് നമുക്കത് കാണിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിനി വീടിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഒരു നടുമുറ്റം മാതിരി ഒരു സ്പേസ്, നടുമുറ്റം എന്ന് പറയാൻ നമുക്ക് ഒരു കോർട്ട്യാർഡ് എന്ന് പറയാവുന്ന ഒരു സ്പേസാണ്. അപ്പോൾ അവിടെയും ഒരു വാട്ടർ ബോഡിക്കുള്ള സ്പേസിനെ ഇവർ കൃത്യമായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇവിടെ ആയിട്ടൊരു വാട്ടർ ബോഡിക്കുള്ള ഒരു സ്പേസ് ഉണ്ട് കൃത്യമായിട്ട് കേട്ടോ. അപ്പോൾ അതിന് ചുറ്റും ഉരുളൻ കല്ലുകളൊക്കെ വെച്ച് വളരെ മനോഹരമായിട്ടാണ് ഇരിക്കുന്നത്. ഇതെല്ലാം തേക്കിൻ്റെ തടി തന്നെ കേട്ടോ ഈ ഒരു സിറ്റിംഗ് സ്പേസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ തൂണുകൾക്ക് WPC ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാം തേക്കിൻ്റെ ആ ഒരു വിനീർ വെച്ചിട്ടാണ് മൊത്തം ചെയ്തേക്കുന്നത് പൂർണ്ണമായിട്ടും. ഈ ഒരു സൈഡിലൂടെയാണ് സ്റ്റെയർ പോകുന്നത്. സാധാരണ ഇതിൽ സ്റ്റെയറിൻ്റെ അടിഭാഗത്ത് എന്താണ് വരുന്നത്? സ്റ്റോറേജ് സ്പേസ് പിന്നൊന്നും വരാറുണ്ട്, ഇൻവെർട്ടർ വെക്കാൻ. പക്ഷെ ഇവിടെ അകത്തൊന്നും സ്പേസ് കൊടുത്തിട്ടില്ല.
ഇവിടേക്ക് നോക്കി ഉരുളൻ കല്ലുകളിട്ട് വളരെ ഭംഗിയായിട്ട് ഈ ഒരു ഭാഗത്തെ മനോഹരമായിട്ട് ഒരുക്കിയെടുത്തേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. അവിടെ LED ലൈറ്റ് ഉണ്ട്. ഒരു സൈഡിലായിട്ടും ടോഫൻ ഗ്ലാസ് ആണ് ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇവിടേക്ക് വരാം. ഈ ഒരു ഭാഗത്തേക്ക് ആ ഹോട്ടലിൻ്റെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് നമ്മളുടെ ആട്ടുകട്ടിൽ. മമ്മൂക്ക പറയുന്ന നമുക്ക് നോട്ടടിക്കുന്ന പ്രശ്നമുണ്ടല്ലോ, കമ്മട്ടം കൊണ്ടുവച്ചാലും മാരാരിരിക്കുന്ന തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും എന്ന് പറയുന്നത്. അത് ഇതേ ഒരു സാധനത്തിനകത്ത് ഇരുന്നിട്ടാണ്. ഇവിടെയും അതേപോലെ ഒരു സാധനത്തിനകത്ത് നിങ്ങൾക്ക് പറയാം. ഇവിടുത്തെ സീലിംഗ് നോക്കി, വളരെ ഭംഗിയായിട്ടുള്ളൊരു സീലിംഗ്. അതിനകത്ത് നല്ലൊരു ഷാൻലിയർ ലൈറ്റ് കൊടുത്തേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. അയ്യോ, നമ്മളൊരു കാര്യം കാണിക്കാൻ മറന്നു ഇവരെ. നമ്മൾ നേരത്തെ നടന്നു വന്ന ഭാഗത്തെ ഫ്ലോറിങ് ഇവരെ കാണിച്ചില്ലല്ലോ. അയ്യോ, അതാണ് കാണിക്കേണ്ടത്. അത് ഇറ്റാലിയൻ മാർബിൾസ് ആണ് കേട്ടോ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. നോക്കിയേ, ആ കയറി വരുന്ന ഭാഗം ഇത്രയും പൂർണ്ണമായിട്ടും ഇറ്റാലിയൻ മാർബിൾസ് ആണ് മൊത്തം ഇവർ ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ. ആ സിറ്റൗട്ട് ഭാഗത്ത് ഗ്രാനൈറ്റ് ആണ്, ആ ഭാഗത്ത് ഇത്രയും ഇറ്റാലിയൻ മാർബിൾസ് ആണ് ഉപയോഗിച്ചേക്കുന്നത്. ഇനി ആ ഒരു മാർബിളിനോട് ചേരുന്ന തരത്തിലുള്ള ടൈലുകൾ, എന്തായാലും ഹൈ ബ്രാൻഡ് കജാരി പോലുള്ള വലിയ ബ്രാൻഡ്, നല്ല ബ്രാൻഡുള്ള ടൈലുകൾ തന്നെയാണ് ഇതിനകത്ത് ഈ ഒരു ഭാഗത്തായിട്ട് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങും നമുക്ക് TV വെക്കാനുള്ള സ്പേസ് നിങ്ങൾ കണ്ടില്ലല്ലോ. കണ്ടോ? ഇല്ല. അപ്പോൾ കാണിക്കാം, വെയിറ്റ് ചെയ്യും. അപ്പോൾ അതിന് മുമ്പ് ഡൈനിങ് സ്പേസ് നമുക്ക് കാണാം. ഇവിടെയായിട്ടാണ് നമ്മളുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. നോക്കിയേ, പക്ക ലക്ഷം. ഇവിടെ ഡൈനിങ് ടേബിൾ ഇട്ടിട്ടില്ല. വലിയ ഡൈനിങ് ടേബിൾ നിങ്ങൾക്ക് ഇടാം. 8-10 പേർക്കൊക്കെ ഇരുന്ന് ആഹാരം കഴിക്കാവുന്ന വലിയ ഡൈനിങ് ടേബിൾസ് നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു സെറ്റ് ഇട്ടിട്ടുണ്ട്, അത് കാര്യമാക്കണ്ട. അതേപോലെ തന്നെ 2 സൈഡിലുള്ള ഡിസൈൻ വർക്കൊക്കെ അവിടെ ഒരു വലിയ നല്ലൊരു മിറർ ഇവിടെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ വലിയ 2 ഡോറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡോർ വന്ന് പുറത്തേക്ക് ഇറങ്ങാവുന്ന ഡോറാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ക്രോക്കറി ഷെൽഫിനുള്ള സൗകര്യം ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ഇതൊക്കെ കാണിച്ചു കൊടുക്കണം കൃത്യമായിട്ടും. അടുത്ത് കാണട്ടെ, ഉള്ളിലെ ഗ്ലാസ് പാർട്ടീഷൻസും ആ ഗ്ലാസ് ഡോറും ഒക്കെ എന്ത് ഭംഗിയായിട്ട് ക്ലാസ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് നോക്കിയേ. അതേപോലെ തന്നെ അടിയിലും സ്റ്റോറേജ് സ്പേസ് ഫുള്ളും WPC മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. കബോർഡ് വർക്കുകൾക്ക് ഉൾപ്പെടെ എല്ലാത്തിനും അത്തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു പാർട്ടീഷൻ ഡിസൈൻ വർക്ക് നോക്കി, ഇതിനകത്തൊക്കെ നല്ല രീതിയിൽ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ വെച്ച് ഭംഗിയാക്കി എടുക്കാനായിട്ട് പറ്റും. സൂപ്പറാക്കാം. ഇങ്ങനെ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഈ സീലിംഗ് കാണിച്ചു കൊടുത്തേ, സീലിംഗ് ഡിസൈൻ. ഇതൊക്കെയാണ് ക്ലാസിക് സീലിംഗ് ഡിസൈൻ വർക്ക് എന്ന് പറയുന്നത് അല്ലേ. എന്ത് ഭംഗിയാണ്. അതേപോലെ ഈ ലൈറ്റ് കാണിച്ച്, ഈ ലൈറ്റ് അടുത്ത് കാണിച്ചു കൊടുത്തേ, എന്താ ഭംഗിയല്ലേ, എന്ത് രസമുണ്ട് ആ LED ലൈറ്റൊക്കെ ഇരിക്കുന്നത് അല്ലേ. ആ സ്പടികത്തിനകത്ത് വരുമ്പോൾ തിളക്കം വരുമ്പോൾ ആണ് നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെയാണ് ആ ഒരു ഡിസൈൻ്റെ ആർക്കിടെക്ചറൽ ഡിസൈനാണ് ഇതിനകത്ത് പൂർണ്ണമായിട്ട് മൊത്തം ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇതൊക്കെ കാണാനുണ്ട്. ഇനി ഇവിടെ വാഷ് ഏരിയ എത്ര ക്ലാസ് ആയിട്ട് ഏരിയ നോക്കി. അല്ലേ, സിംബോളോടെയാണ് ബേസൺ വെച്ചേക്കുന്നത്. വലിയ റൗണ്ട് ഷേപ്പിലെ മിറർ, ലൂവർ ഡിസൈൻസ്, സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്ത് വളരെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കിച്ചണിലേക്ക് കയറണ്ടേ? കിച്ചണിലേക്ക് ഇതുവഴി നമുക്ക് കയറാം. അതല്ല, നമുക്ക് ഇവിടെ നിന്ന് കയറാം. ഇവിടെയും നമുക്ക് കിച്ചണിലേക്ക് കയറാം. ഇത്രയും കണ്ടപ്പോൾ തന്നെ ക്ഷീണിച്ച സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആയിട്ട് ഒരു സെർവ് ഏരിയ കൊടുത്തത്. സത്യം പറഞ്ഞാൽ സെർവ് ഏരിയ അല്ല, ഇതൊരു കൗണ്ടർ സ്പേസ് ആണ്. നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എന്നൊക്കെ പറയാവുന്ന ഒരു സ്പേസ് ആണ് ഇവിടെ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ഒരു ഭാഗം, ഈ ഒരു ഭിത്തിയിലേക്ക് നോക്കിയേ, ഇത് വേറൊരു ഡിസൈൻ വർക്ക്. ഇവിടെ ആയിട്ട് DBയുടെ സ്ഥാനം 3 ഫേസ് കണക്ഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഡോറൊക്കെ ആ ഒരു ഡിസൈനോട് ചേർത്ത് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ചെറിയൊരു ടോയ്ലറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടോയ്ലറ്റ് എന്താ തുറക്കാത്ത തുറന്നല്ലോ. അപ്പോൾ ചെറിയൊരു ക്ലോസറ്റ് സെറ്റ് മാത്രമാണ് ഈ ഒരു ഭാഗത്തുള്ളത്. അവിടെ വാഷ് ബേസിനോട് വെക്കാനുണ്ട്, അതുകൂടെ അവർ വെച്ചുതരും. ഇത് എന്തെങ്കിലും എമർജൻസി യൂസ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്തേക്ക് ഉള്ള ഓപ്പണിംഗ് ആണത്. ഇനി വേറെ കാര്യം, ഇവിടെ എല്ലാം ബ്ലൈൻഡ്സ് ഉണ്ട് കേട്ടോ, ഫുള്ളും ബ്ലൈൻഡ്സ് ഉണ്ട് കേട്ടോ, മൊത്തത്തിൽ ബ്ലൈൻഡ്സ് ഇട്ടേക്കാണ്. അപ്പോൾ ഇന്നലെ ഞാനത് കാണിക്കാൻ എല്ലാം നിന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചാണ് ഓപ്പൺ ആക്കി ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതും ടഫ് ഗ്ലാസ് തന്നെയാണ്. ഇവിടെ നമുക്ക് ഇങ്ങോട്ടേക്കുള്ള വ്യൂ ഭയങ്കരമാണ്. അപ്പോൾ ഒരാൾ ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, സിറ്റ് ഔട്ടിലേക്ക് ഒരാൾ എൻ്റർ ആയി കഴിഞ്ഞാൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അടുക്കളയിൽ നിന്ന് നോക്കിയാൽ കൃത്യമായിട്ടും കാണാതെ ആരാണ് വന്നത്, എന്താണ്, എവിടെയാണെന്നുള്ളതിന് പക്ക വിസിബിലിറ്റിയാണ് കേട്ടോ. അതെടുത്ത് പറയണം. അപ്പോൾ നമുക്ക് നേരെ ഇവിടുന്ന് അടുക്കളയിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ നമ്മുടെ കൗണ്ടറിൻ്റെ ഇവിടെ ആയിട്ട് നല്ല 3 ഹാങ്ങിങ് ലൈറ്റ്സിനെ ഇവിടെ കൊടുത്തേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളുടെ കിച്ചൺ സ്പേസിലേക്ക് വരാം. ഇവിടെയാണ് നമ്മളുടെ കിച്ചൺ സ്പേസ്. ഓക്കെ, എന്ത് വലിയ കിച്ചണാണല്ലേ. നല്ല ഇതൊന്നും അല്ല കിച്ചൺ, അകത്തേക്ക് കാണാൻ കിടക്കുന്നേ ഉള്ളൂ. കളർ കോമ്പിനേഷൻ എങ്ങനെയുണ്ടോ, നിനക്ക് ഇഷ്ടപ്പെട്ടോ? ക്ലാസ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കോ?
അവരുടെ അഭിപ്രായം ചോദിക്കും, നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമന്റ്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ് എൻ്റെ ആദ്യത്തെ ഇംപ്രഷൻ. വളരെ നന്നായിരുന്നു. നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ പറയണം കേട്ടോ. ടേസ്റ്റ് ഒന്നാണോന്ന് അറിയണമല്ലോ. പിന്നെ തീർച്ചയായിട്ടും അറിയണം. ഇവിടെ വെന്റിലേഷൻസ് ഒക്കെ കൃത്യമായിട്ടും കൊടുത്തിട്ടുണ്ട്. കബോർഡ് വർക്കുകളെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് വെച്ചിട്ടുള്ള ഡോറുകൾ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് നോക്കി, ഇവിടെയൊക്കെ എന്താണ് സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതേപോലെ ഈ സൈഡിലൊക്കെ നോക്കി, നല്ല സ്പേഷ്യസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ സ്വിച്ച് പോയിന്റുകൾ, ഇനി ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ്, വലിയ ഫ്രിഡ്ജ് തന്നെ നമുക്ക് ഇവിടെ വെക്കാം. പിന്നെ ഇവിടുത്തെ ഈ ഗ്ലാസ് ഇട്ട സ്പേസ്, ഇതൊന്ന് കാണിച്ചു കൊടുത്തരാ. ആ ഗ്ലാസ് ഇട്ട സ്പേസ്, കാരണം ഈ ഒരു ഗ്ലാസ് വരുന്നതുകൊണ്ട് തന്നെ കിഴക്ക് നിന്ന് വരുന്ന സൂര്യ വെളിച്ചത്തെ കറക്റ്റായിട്ട് ഈ ഒരു അടുക്കളയ്ക്കുള്ളിലേക്ക് എത്തിക്കാനായിട്ട് ഈ ഒരു വെന്റിലേഷൻ. വേറെ ലൈറ്റിന്റെ ആവശ്യമില്ലല്ലേ? ഇല്ല, സത്യം പറഞ്ഞാൽ ഇവരുടെ ഇവിടെ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ആ സീലിംഗ് കാണിച്ചു കൊടുത്തത്. അപ്പൊ ഈ സീലിംഗ് ഉണ്ട്, പക്ഷേ ഈ സീലിംഗിന്റെ ആവശ്യമില്ല. അല്ലെ ഈ സീലിംഗ് LED ലൈറ്റിന്റെ ഒന്നും ആവശ്യമില്ല. അവിടെ ഓറിയന്റിന്റെ ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒന്നും ആവശ്യമില്ല, അല്ല തന്നെ ഇതിനകത്ത് നല്ല വെളിച്ചമുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ ഈ ഒരു ടോപ്പിന്റെ ഈ ഒരു ഭാഗത്തേക്ക് താഴേക്ക് നോക്കിയേ, ഇവിടെ കണ്ടോ, ഇവിടെയും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. മൊത്തത്തിൽ സ്റ്റോറേജ് സ്പേസ് ആണ്. ഇനി ഇത് കൂടാതെ ഇവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ട് കേട്ടോ. ഇവിടെ ആയിട്ടൊരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇവിടെ പണിയുടെ സാധനങ്ങളെല്ലാം എടുത്തതിനകത്ത് വെച്ചേക്കാണ്. ഇതിനകത്ത് പോലും നിറയെ സ്പേസ് ഇവർ കൃത്യമായിട്ടും കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് കേട്ടോ. ഈ ഒരു സൈഡിൽ നിന്ന് കാണിച്ചു കൊടുത്തത്, അത് പ്ലൈവുഡ് വെച്ചിട്ടാണ് ആ ഒരു ഭാഗം ചെയ്തേക്കുന്നത്. അതിനകത്ത് താഴെ വരെയും സ്റ്റോറേജ് സ്പേസ് ആണ്. അപ്പോൾ മൊത്തം സ്റ്റോറേജ് സ്പേസ് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത അടുക്കളയിലേക്ക് പോകാം. അടുക്കളയുടെ അടുത്ത ഭാഗത്തേക്കാണ് നമ്മൾ നീങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പൂർണ്ണമായിട്ടും ഐലൻഡ് എന്ന് പറയാൻ പറ്റത്തില്ല, അല്ലാത്തൊരു സ്പേസിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ഡൈനിങ് ഇതുവഴിയായിട്ട് നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് പോകാനായിട്ട് പറ്റും. ഡൈനിങ് ഏരിയയിൽ നിന്ന് നമുക്ക് ഇവിടേക്ക് കയറാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കി നല്ല സ്പേസ് ആണ്. അതായത് ഇവിടെയും സിങ്കിന് സ്ഥാനം വന്നിട്ടുണ്ട്. ഇവിടെയും ജനാലകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയായിട്ടും ഒരു ഇലക്ട്രിക് ചിമ്മിനി ഈ ഒരു ഭാഗത്തും കൊടുത്തേക്കാണ് ഇവിടെ. അതേപോലെ തന്നെ ഇവിടെ ഹുഡ് ആൻഡ് ഹോബ് വേറെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഫേബറിൻ്റെ ആണ് വെച്ചേക്കുന്നതിനകത്ത് സാധനം. ഇത് വെറുതെ വെച്ചേക്കല്ലോ കേട്ടോ, ഇതിനകത്ത് സാധനം ഉണ്ട്. കണ്ടു നോക്കി, കണ്ടോ, 4 എണ്ണത്തിൻ്റെ അല്ല, 4 ബർണറിൻ്റെയാണ്. അതെല്ലാം ഇവർ ഫിറ്റ് ചെയ്ത് തരാം കേട്ടോ, ഫുള്ളും കംപ്ലീറ്റ് ചെയ്ത് തരും. അതേപോലെ തന്നെ അവൻ വെക്കാനുള്ള സ്പേസ് ഇവിടെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും സ്റ്റോറേജ് സ്പേസ്, ആവശ്യാനുസരണം സ്റ്റോറേജ് സ്പേസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പോരെ കളിയാ, ഇനി എന്ത് വേണം? കിച്ചൺ തന്നെ ഒരു വലിയത്. ഇനി ഇവിടെ നിന്ന് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം കേട്ടോ. സത്യം പറഞ്ഞാൽ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് കൺജഷനായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം, ഇറങ്ങി വരുന്ന ഭാഗം എന്നാണ്. പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീടിൻ്റെ ആ ഒരു മുൻഭാഗത്തേക്ക് ഇറങ്ങി വരുന്ന ഭാഗത്തേക്ക് എത്താനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടും നിറയെ ചെടികളാണ്. ഈ ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്തേ. ആ ഗാർഡൻ സ്പേസിലേക്ക് വരികയാണ്. നമ്മളുടെ മുറ്റം ഏരിയയിലേക്ക് നമ്മൾ എത്തപ്പെടും. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഗ്യാസ് സിലിണ്ടർ വെക്കാനുള്ള പോർഷനാണ് അവിടെ. നമ്മുടെ ഗേറ്റ് ഇവിടെ കേട്ടോ, ഇതുവഴിയാണ് ഗേറ്റ്, ഇവഴിയാണ് എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഇവിടെ ഗ്യാസ് സിലിണ്ടർ വെക്കാനുള്ള ഒരു സ്പേസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതുവഴിയായിട്ട് നമുക്കങ്ങ് പുറകിലേക്ക് നടന്നു പോകാം. അപ്പോൾ പുറകിലേക്ക് നടന്നാൽ എവിടെ എത്തും എന്നുള്ള കാര്യം ഞാൻ പിന്നീട് നിങ്ങളെ കാണിക്കാം കേട്ടോ. അതേപോലെ തന്നെ ഇവിടെയും ഒരു റൂമുണ്ട് കേട്ടോ, ബാത്റൂമാണ്. ഈ ഒരു ഇവിടെയും കൂടെ ഒരു ബാത്റൂം കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി സെർവൻസ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. വാഷ് ഏരിയയും ക്ലോസറ്റ് ഏരിയ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം സെറയുടെ കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ മീറ്റർ ബോക്സിൻ്റെ സ്ഥാനത്താണ് ഈ ഒരു ഭാഗത്തായിട്ടാണ്, ഇവിടെയാണ് ഈ ഒരു വീടിൻ്റെ മീറ്റർ ബോക്സ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുക്കളയിൽ കൂടെ തന്നെ കയറിയാലോ? അടുക്കളയിൽ കൂടെ തന്നെ കയറാം. അതല്ലേ. താഴത്ത് 2 ബെഡ്റൂംസ് ഉണ്ട്. 2 ബെഡ്റൂം ഉണ്ട്. പിന്നെ എന്നാ ഉള്ളത്? ഹോം തിയേറ്റർ. അതെ, അതാണ് ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനം ഇവിടുത്തെ. അപ്പോൾ നമുക്ക് ബെഡ്റൂമിലേക്ക്, താഴത്ത് 2 ബെഡ്റൂം അല്ലടാ, 3 അല്ല 2 ബെഡ്റൂമേ ഉള്ളൂ. സ്റ്റോറേജ് ആണ്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങുന്നതും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുൾ അകത്ത് കാണിക്കാമല്ലോ. അപ്പോൾ നമ്മുടെ ഈ വാഷ് ഏരിയ ഉണ്ടല്ലോ, ഈ വാഷ് ഏരിയയുടെ അടുത്തോളം വന്ന് ഇവിടെ ആയിട്ടൊരു ഡോർ ഉണ്ട് കേട്ടോ. അപ്പം ഈ ഡോർ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം. ഇനി നിങ്ങൾക്ക് സെർവൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ സെർവൻസിന് താമസിക്കാനായിട്ട് ഒരു റൂം ആവശ്യമാണ്. ഈ ഒരു ഭാഗത്തായിട്ട് അതിനൊരു റൂം കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ സെർവൻസിന് താമസിക്കാനായിട്ട്. ഓക്കെ, അത്യാവശ്യം വലുപ്പമുള്ള ഒരു കുഞ്ഞു റൂമാണ് ഇവിടെ കൊടുത്തേക്കുന്നുണ്ട്. അവിടെ ലൈറ്റൊക്കെ ഉണ്ടല്ലോ, ലൈറ്റൊക്കെ കണ്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഇപ്പോൾ ഒരു സാധനങ്ങളും മറ്റു സാധനങ്ങളൊക്കെ വെച്ചേക്കാണ്. അപ്പോൾ അതിനുള്ള റൂം കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഇവിടെ വേറൊരു കിണറും കൂടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് അത് അനിവാര്യമല്ലേ? ഇവിടെ നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസാണ്. ഈ സ്പേസ് ഒന്ന് കൃത്യമായിട്ടൊന്ന് കാണിച്ചു കൊടുത്തേ. ഇത്രയും സ്പേസ് ഇവിടെ ഉണ്ട്, നല്ല സ്പേസ് ഉണ്ട്. ഇനി ഇവിടെ വലിയ ഗ്രില്ല് ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സേഫ്റ്റിയുടെ കാര്യത്തിൽ നിങ്ങൾ യാതൊരു കാരണവശാലും പേടിക്കേണ്ട കേട്ടോ. ഇറങ്ങിയോ.
അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കിണർ കൂടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ 2 കിണറാണ് വെള്ളത്തിന് വേണ്ടി ഇവിടെ ഉള്ളത്. ഇനി അതേപോലെ തന്നെ തുണി അലക്കാനായിട്ട് അലക്കുകല്ല് നിർബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെർവൻസിനെ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. എന്താ CCTV ക്യാമറ കാണിച്ചു കൊടുത്തത് എവിടെ ഇരിക്കുന്നു എന്താ. അപ്പോൾ നമ്മുടെ പൂളിൻ്റെ ആ ഭാഗത്തേക്ക് ഇതുവഴിയായിട്ട് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയാൽ പൂളിൻ്റെ ആ ഭാഗത്തേക്ക് എത്താം. നമ്മൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങി വരാം എന്ന് പറഞ്ഞില്ലേ, ആ ഭാഗം ഇതാണ്. അതുവഴിയായിട്ട് ആ ഒരു വഴി കൂടെ നമുക്ക് ഇവിടേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇത്രയും കാണിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് ബെഡ്റൂമുകൾ കാണാം. എന്താണ് സാറേ കിടക്കണേ? എൻ്റെ പൊന്നടാ, എന്താ ഇത്? ഒന്നാമതേ ചൂട്, വെയിൽ, അതിൻ്റെ കൂട്ടത്തിൽ ഇതിനകത്ത് മതിയായ നടപ്പ് തന്നെ നടന്നാലും തീരത്തില്ല. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആട്ടുകട്ടിലൊക്കെ ഇരുന്നതിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ ഇവിടെ ആയിട്ടാണ് ബെഡ്റൂം. ഡോറിനകത്ത് എന്താ ലൈറ്റ് അല്ല കേട്ടോ, ഇത് ഗ്ലാസ് ആണ്, ടഫ് ഗ്ലാസ് ആണ്. അതിനകത്ത് ആ ഒരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത്. അപ്പുറത്തുള്ള സാറിന് റൂമിന്റെ ഡോറുകൾക്ക് ഗ്ലാസ് ഡോർ ഞാൻ കണ്ടിട്ടില്ല. നീ കണ്ടിട്ടുണ്ടോ? ഞാനും കണ്ടിട്ടില്ല. വാ കയറി വാ. നല്ല മതിയായ വലിപ്പമുള്ള ബെഡ്റൂം, നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂം. ഇവിടെ കട്ടിൽ നിങ്ങൾക്ക് ഒരുക്കിയിട്ടിട്ടുണ്ട്. മെത്ത നിങ്ങൾ കൊണ്ടുവരേണ്ടി വരും. സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ബെഡ് ഹെഡ് സ്പേസിൽ നല്ലൊരു വാൾ സ്റ്റിക്കർ വർക്കാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുള്ള ആ കളർ കോമ്പിനേഷൻ, വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷൻ. കുറച്ച് മുമ്പ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നോക്കിയപ്പോൾ വൈഫ് എനിക്കൊരു ഇത് ബെഡ്റൂമിൻ്റെ ഡിസൈൻ ഇട്ട കളർ കോമ്പിനേഷൻ, അതിനകത്തൊരു കളർ കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ, വൈറ്റ് ആൻഡ് ഗ്രേ. അടിപൊളി കളർ കോമ്പിനേഷൻ. ഇവിടെ എല്ലാം കർട്ടൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു AC ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കട്ടിലിന് അടിഭാഗം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇപ്പം എല്ലാ സൗകര്യത്തിൽ തന്നെ അവർ ചെയ്തേക്കുന്നത്, ഒന്നും സൗകര്യമില്ലായ്മയല്ല. ഇവിടെയായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വാർഡ്രോബ് സ്പേസിലേക്ക് മാറേണ്ടോ. അതിന് മുമ്പായിട്ട് ഈ പാർട്ടീഷൻ വർക്ക് ചെയ്തേക്ക് നോക്കി, ഡിസൈൻ വർക്ക് നോക്കി. ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇത് മിറർ നിങ്ങൾക്ക് മുഖം നോക്കാനല്ല, ഇവിടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വേണമെങ്കിൽ മുഖം നോക്കാം, വേണമെങ്കിൽ. പക്ഷെ അതിനല്ല, അവിടെ എന്തെങ്കിലും സാധനങ്ങൾ വെക്കുന്നതായിരിക്കും ഭംഗി. ഡ്രസ്സിംഗ് മിറർ കൃത്യമായിട്ട് ഈ ഭാഗത്ത് വരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയായിട്ടാണ് ഡ്രസ്സിംഗ് മിറർ കൊടുത്തേക്കുന്നത്. വലിയ മിറർ, ലൈറ്റ്, സൈഡിലായിട്ട് എന്തെങ്കിലും സാധനം വെക്കാം. അതേപോലെ തന്നെ ഇവിടെ ജനാലകൾ, 4 പാളികളുടെ ജനാലകൾ. ഇവിടെ ചെറിയൊരു ടേബിൾ സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് പോയിന്റുകളുണ്ട്. മുകളിൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, താഴത്തെ സ്റ്റോറേജ് സ്പേസ് വളരെ ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ബാത്റൂം, ഈ ഭാഗത്തായിട്ടാണ് ബാത്റൂമിൻ്റെ ഡോറ് കണ്ടോ, ഫൈബർ ഡോറൊന്നുമല്ല, തടി കൊണ്ടുള്ള ഡോറാണ്. അപ്പം നേരെ വന്ന ബാത്റൂമിലേക്ക് കയറാം. ഓടി നടന്ന് കുളിക്കാമെന്ന് പറയുന്നില്ലേ, ഇവിടെ നമുക്ക് ഓടി നടന്നതിനകത്ത് കുളിക്കാം. ഒരു ബെഡ്റൂമിന്റെ അത്ര ഉണ്ടല്ലേ? ഒരു ബെഡ്റൂം സാധാരണ ഇതിൽ നമ്മൾ 700 സ്ക്വയർ ഫീറ്റ് 800 സ്ക്വയർ ഫീറ്റ് ഒക്കെ വീട് കാണില്ലേ, ആ വീട്ടിൽ കാണുന്ന ഒരു ബെഡ്റൂമിന്റെ വലുപ്പം ഉണ്ട് ഈ ഒരു ബാത്റൂമിന്. ഇവിടെ നോക്കിയ ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ ആ ഒരു ഡിസൈൻ വർക്ക് വളരെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എക്സോസ്റ്റ് ഫാനൊക്കെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് അവർക്ക് പൊക്കം വരെ കൊടുക്കാറുണ്ടല്ലേ? ഏതാ ഈ സാധനം അല്ലേ? അതിപ്പോ ഒരു ഭംഗിയായിട്ട് ഇതായിരിക്കാം. ഇവിടെ ഈ ഫിറ്റിങ്സ് എല്ലാം കോളറിന്റെയാണ്, ബാത്ത് ഫിറ്റിങ്സും സാധനങ്ങളെല്ലാം. അതേപോലെ തന്നെ ഇവിടെ ഗ്ലാസ് പാർട്ടീഷൻ വർക്ക്. ഒരു ബാത്ത് ഏരിയ നിന്നാണ് നമ്മൾ രണ്ടോടെ വട്ടം കറങ്ങിക്കൊണ്ട് നിൽക്കുന്നത്. നോക്കിയേ. അപ്പോൾ ഇതും ടഫ് ഗ്ലാസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതിന്റെ പിന്നിലായിട്ട് ഇവിടെയായിട്ട് ക്ലോസറ്റ് സെറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇതും കോളറിന് തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതിനോട് ചേർന്നുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് വാഷ് ബേസിൻ ഏരിയ, അതും കോളറിൻ്റെയാണ്. സ്റ്റോറേജ് സ്പേസ് നോക്കി, എന്തോരം സ്റ്റോറേജ് സ്പേസ് ഉണ്ടെന്നുള്ളത്. വളരെ അധികം സ്റ്റോറേജ് സ്പേസ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി വാർഡ്രോബിലേക്ക് വരാം. വാക്കിംഗ് വാർഡ്രോബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വാർഡ്രോബിനുള്ളിലൂടെ നടക്കാൻ പറ്റുമല്ലേ, അല്ലേ? അങ്ങനെയല്ലേ? അത് നമുക്ക് വാർഡ്രോബ് അങ്ങോട്ട് തുറക്കാം. എന്നിട്ട് വാർഡ്രോബിന്റെ ഉള്ളിലേക്ക്, അലമാരിയുടെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കയറാം. ഉള്ളിലേക്ക് കയറിയിട്ട് ഇവിടെ ഇങ്ങനെ സാധനം വെക്കാം, ഇവിടുന്ന് സാധനങ്ങൾ ഇറക്കാം. അപ്പോൾ ഒരു അലമാരക്കുള്ളിൽ കയറി നിന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യാം. ഉള്ളിലേക്ക് കയറാവുന്ന അലമാര. ആ കൺസെപ്റ്റ് എങ്ങനെയുണ്ട്? സൂപ്പർ, കൊള്ളാം. ഇത് ഇവിടുത്തെ സീലിംഗ് കാണിച്ചു കൊടുത്തേ. ഇംഗ്ലീഷ് ആൽഫബറ്റ് S ആകൃതിയിൽ ചെയ്തിരിക്കുന്ന ഒരു ഡിസൈൻ അല്ലേ? കൊള്ളാം. സ്ട്രിപ്പ് ലൈറ്റുകൾ ഇട്ടിട്ട് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കാണേണ്ടത് രണ്ടാമത്തെ ബെഡ്റൂം കാണണോ, ഹോം തിയേറ്റർ കാണണോ? ഹോം തിയേറ്റർ ആണ്. ഹോം തിയേറ്റർ കാണാം അല്ലേ? എല്ലാ റൂം അടുപ്പിച്ച് കണ്ടാലൊരു രസം ഉണ്ടാവില്ല. അതെ, നമുക്ക് ഹോം തിയേറ്റർ കാണാം. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഡോർ തുറക്കുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ശ്രദ്ധിക്കില്ല. ഇതൊരു ഡോറാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ ഹോം തിയേറ്ററിൻ്റെ സ്ഥാനം. അപ്പോൾ ഈ ഭാഗത്തെ സീലിംഗ് നോക്കിയേ, അതിനകത്ത് കൊടുത്തേക്കുന്ന ഡിസൈൻ ഒരു വുഡ് ഡിസൈൻ വർക്കാണ് മൊത്തം കൊണ്ടുപോയിരിക്കുന്നത് കേട്ടോ. വളരെ ഭംഗിയുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ നമുക്ക് ഹോം തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറിയാലോ? കയറാം, വാ. സാധാരണഗതിയിൽ ഹോം തിയേറ്റർ എന്നൊക്കെ പറയുമ്പോൾ
പലരും വിൽക്കാനുള്ള പല വീടുകളിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീടുകളിലൊന്നും ഈ ഹോം തിയേറ്റർ ഇങ്ങനെ പ്രോപ്പറായിട്ട് എഴുതി ഞാൻ കണ്ടിട്ടില്ല. ഇത് കണ്ടോ, പക്ക പ്രോപ്പറായിട്ട് സൗണ്ട് പ്രൂഫ്. നിങ്ങൾ ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് സൗണ്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ അപ്പുറത്ത് നിന്ന് സംസാരിച്ചപ്പോൾ എന്തായാലും എക്കോ ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. അതും മനസ്സിലായിട്ടുണ്ട്, പക്ഷെ എക്കോ പക്ഷെ ഇതിനകത്ത് വരുമ്പോൾ കൃത്യമായിട്ടും എക്കോ പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ടുണ്ട്. അതായത് അക്കൂസ്റ്റിക്സിനെ പക്കയായിട്ട് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അർത്ഥം. പിന്നെ സ്ക്രീൻ നോക്കിയേ, വലിയ സ്ക്രീൻ തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. യമഹയുടെ ആംപ്ലിഫയർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ സ്പീക്കേഴ്സ് നോക്കിയേ, എത്ര സ്പീക്കേഴ്സാണ്. ഇനി ഇതാ നമ്മുടെ പ്രൊജക്ടർ നോക്കിയേ, ബെൻക്യൂവിൻ്റെ പ്രൊജക്ടറാണ് കേട്ടോ ഇവിടെ കൊടുത്തേക്കുന്നത്. 5 പേർക്ക് സുഖമായിട്ടും ഇരിക്കാവുന്ന കസേരകൾ. റിക്ലൈനർ എവിടെയാ? റിക്ലൈനർ അവിടെ അങ്ങനെ ഇരുന്ന് കൂട്ടോ, ഇങ്ങനെ ചാരാൻ പൊറോട്ട തരാം. അതല്ല ഇരുന്ന സാർ ഇങ്ങനെ ഇരുന്നല്ല, ഇങ്ങനെ കിടന്ന് നമുക്ക് സിനിമയൊക്കെ ആസ്വദിക്കാം. സൂപ്പർ. ഇനി AC കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സീലിംഗ് വർക്കും LED വർക്കുകളും വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്പീക്കേഴ്സ് തന്നെ നോക്കിയേ, പുറകിൽ 2 സൈഡിൽ 2 ഇഷ്ടം പോലെ സ്പീക്കേഴ്സാണ്. കുഞ്ഞു റൂമില് എന്തായിരിക്കും അല്ലേ, ഏതാ പ്ലേ ചെയ്ത് തുടങ്ങുമ്പോ ഹോം തിയേറ്ററിന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ആ ഒരു എക്കോ സൗണ്ട് മോഡുലേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ അടുത്ത ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ബെഡ്റൂമിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് നമ്മളുടെ എവിടെ ഇരുന്ന സ്ഥലത്തിന്റെ പേര്, നേരത്തെ ബാൽക്കണി ബാൽക്കണി. ശരി, അയ്യോ മണ്ടത്തരം പറഞ്ഞ സ്ഥലം. അപ്പോൾ നമ്മളുടെ ആ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ ആ ഭാഗത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന സ്പേസ് ആണ്. ഇതുവഴിയായിട്ട് വീണ്ടും നമുക്ക് സ്വിമ്മിംഗ് പൂളിന്റെ അവിടേക്ക് വരാം. അപ്പോൾ എത്ര വഴി വരാടേ സ്വിമ്മിംഗ് പൂളിന്റെ അവിടേക്ക്? എനിക്കറിയാൻ പാടില്ല, ഇത് ഏത് വഴി തുറന്നാലും ഇഷ്ടം പോലെ ഉണ്ടെന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്കാണ് പോകുന്നത് കേട്ടോ. അതാ അവിടെയും ഗ്ലാസ്, സെയിം ഗ്ലാസ് തന്നെയാണ് അവിടത്തേക്കാണ് കേട്ടോ. ഓക്കെ, എന്താ ഡിസൈൻ, എന്നാ ലക്ഷറി ഡിസൈൻ ആണല്ലേ, അൾട്രാ ലക്ഷറി ഡിസൈൻ. ഇത് ഫുള്ള് കംപ്ലീറ്റ്. ഇവിടെ കാർപ്പറ്റൊക്കെ വരണം. ഈ താഴത്ത് ഈ വുഡിൻ്റെ ഡിസൈൻ വന്നേക്കുന്നതിൻ്റെ ചുറ്റും കാർപ്പറ്റ് വരണം. ഇത്ര രസമായിരിക്കും. നല്ല ഒന്നാന്തരം പരവതാനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ബെഡ് സ്പേസ് നോക്കിയാൽ ഡിസൈൻ അപ്പുറത്തെ ആദ്യം കണ്ട ബെഡ്റൂമിൻ്റെ ഡിസൈൻ അല്ല, പാറ്റേൺ എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അതേപോലെ തന്നെ ഇവിടെ ഒരു ബേ വിൻഡോ കൊടുത്തേക്ക് നോക്കിയേ. നമ്മുടെ ആ സിറ്റ് ഔട്ടിലേക്ക് ഇരിക്കുന്ന ഭാഗമാണ്. ആ സിറ്റ് ഔട്ടിൻ്റെ ഇപ്പുറത്തെ ഭാഗം കേട്ടോ. അപ്പോൾ ബേ വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെയായിട്ട് നമുക്ക് ഫുള്ള് ബ്ലൈൻഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ടും പ്രൈവസിയുടെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട, എല്ലായിടത്തും ബ്ലൈൻഡ്സ് ഉണ്ട് കേട്ടോ. ഇനി ഇവിടുത്തെ ഈ ഒരു ജനാലയെന്ന് കാണിച്ചു കൊടുത്തേടാ, ഈ ഒരു കോർണറിൽ വരുന്ന ജനാല. ഇത് കണ്ടു നോക്കിയേ. ഇതിങ്ങനെ അങ്ങോട്ട് പിടിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്താ ലുക്ക്. നല്ല രീതിയിൽ സൺലൈറ്റ് ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട്. ഇനി ഇവിടെ അതേപോലെ ഉണ്ട് കേട്ടോ. കാണിച്ചു കൊടുത്തേ, ഗ്ലാസ് ആണ്. അപ്പം എന്തോരം സൺലൈറ്റ് ആണ് ഈ റൂമിനുള്ളിൽ. ഈ റൂമിനുള്ളിൽ വേറെ അഡീഷണൽ ഒരു ലൈറ്റിന്റെ ആവശ്യമില്ല. ഉണ്ടോ? ഇല്ല. വേറെ ലൈറ്റ് ഇട്ടിട്ട് അറിയണം കൂടിയില്ല. വാ ഇങ്ങോട്ട് വാ. ഇനി വാർഡ്രോബ് കാണിച്ചു കൊടുത്തേ. അടുക്കി വെച്ചേക്കാണ് വാർഡ്രോബ്. എന്താ സ്പേസ് നോക്കി, എന്ത് സ്ഥല സൗകര്യം വാർഡ്രോബിലൊക്കെ. ഇവിടെ ഡ്രസ്സിംഗ് റൂം നല്ല സ്പേഷ്യസ് ആയിട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇവിടെ ആയിട്ട് ഒരു ബാത്റൂം ഉണ്ട്. വാ കയറി വാ, ബാത്റൂമിലേക്ക് വാ. എന്താലേ നല്ല സ്പേഷ്യസ്. പക്ഷെ ആദ്യത്തെ പാർട്ടീഷൻ ചെയ്തില്ല. പക്ഷെ ഇവിടെ നീ ടൈല് നോക്കിയേ, മറ്റേ നീ പറഞ്ഞു ഫുള്ള് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബാത്റൂം അങ്ങ് മുകളിൽ വരെ ടൈൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഫുള്ള് പൊടി അടിച്ചിരിക്കട്ടോ. കോളറിൻ്റെയാണ് വാഷ് ബേസിൻ വരുന്നത്. വലിയ മിറർ കൊടുത്തേക്കണേ. നീ ക്ലോസറ്റിനെ കാണിച്ചു കൊടുത്തേ. ഇവിടെ ആയിട്ട് ക്ലോസറ്റ് സെറ്റ്. ഇത് വാൾ മൗണ്ട് ആയിട്ടുള്ള ക്ലോസറ്റ് സെറ്റാണ്. കോളറിൻ്റെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അവിടെ എയർ വെന്റിലേഷൻ വിൻഡോയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നല്ല സൗകര്യത്തിൽ തന്നെ എഴുതിയേക്കുന്നത്. ഇവിടുത്തെ ബാത്റൂമിന്റെ ഡോർ ഉണ്ടോ, മറ്റേടത്ത് തടിയായിരുന്നെങ്കിൽ ഇവിടെ ഗ്ലാസ് ഡോറാണ്. പക്ഷെ ട്രാൻസ്പെറന്റ് അല്ല. നിന്റെ ചിരി കണ്ടപ്പോൾ എനിക്ക് തോന്നി വേറെ ബാത്റൂമിന്റെ ഡോറ് ഗ്ലാസ് എന്നൊക്കെ പറയുമ്പോ എനിക്ക് മാത്രമല്ല ഇവർക്ക് പലർക്കും ചിരി വന്നിട്ടുണ്ടാവും. അത് ആ ചിരിക്കണ്ട, അത് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി നമുക്ക് മുകളിലോട്ട് പോയാലോ. വാ, ഇവിടെയായിട്ടാണ് നമ്മുടെ സ്റ്റെയറിന്റെ സ്ഥാനം. സാധാരണ സ്റ്റെയറുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാന്ന് പറ, നിന്റെ കാഴ്ചയിൽ തോന്നുന്നേ? മരത്തിന്റെ അല്ല, സ്റ്റെയിൻലെസ് സ്റ്റീൽ. സാധാരണഗതിയിൽ ഹാൻഡ് റെയിൽ കൂടുതലും ഇത്തരത്തിലുള്ള വീടുകളിൽ മരത്തിൻ്റെ ആയിരിക്കും കൊടുക്കാറ്. പക്ഷെ ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ, അതും ഇച്ചിരി മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതും ടഫൻ ഗ്ലാസുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റെയർ നോക്കിയേ, സ്റ്റെയറിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ തടിയാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഇവിടെ ഈ സൈഡിലേക്ക് വന്നേടാ, ഈ സൈഡിലേക്ക് വന്ന് കാണിച്ചാൽ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് പൂർണ്ണമായിട്ടും തടിയാണ്. അല്ല, ഇതിനകത്തൂടെ C ചാനൽ പോയിട്ടുണ്ട്. അതിനെ പൊതിഞ്ഞിട്ടാണ് തടി ചെയ്തേക്കുന്നത് കേട്ടോ.
അപ്പോൾ ആ ഒരു വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്തേക്കുന്നത്. സാധാരണ ഇതിൽ ഇത്തരത്തിൽ വുഡൻ സ്റ്റെയറൊക്കെ വരുമ്പോൾ നമ്മൾ ചവിട്ടി കയറുമ്പോൾ ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്യും. ഏതാ ഒരു ചെറിയൊരു ജെർക്കിങ്. പക്ഷെ ഇതിനകത്ത് അങ്ങനെയുള്ള ഒരു കാര്യവും ഫീൽ ചെയ്യുന്നില്ല. അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ നമ്മൾ നേരെ മുകളിൽ വരുമ്പോൾ ഇപ്പം കേരളത്തിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എന്താ? ഗ്ലാസ് ബ്രിഡ്ജ്. നമ്മളിപ്പം പലയിടത്തും ട്രെൻഡിങ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ പലയിടത്തും പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ. ദാ ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് തന്നെ കൊടുത്തേക്കാണ്. തുള്ളിച്ചാണ്, പൊളിഞ്ഞു പോരൂല. ചാട്ടത്തിനൊരു പവർ പോരില്ല. പവർ വേണ്ട, അത്ര എന്നാലും ഇല്ല, പൊട്ടൂല, പോവില്ല. നീ എങ്ങനെ ചവിട്ടിക്കോ പോവില്ല. സംഗതി. പക്ഷെ ഇത് ട്രാൻസ്പെറന്റ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഉളവാക്കിയനെ. കുറച്ചുകൂടെ ബീതി എന്തായാലും കണ്ടു, കുറച്ചും കൂടെ അടിപൊളിയാണ്. ട്രാൻസ്പെറന്റ്. പക്ഷെ ഇതൊരു ഒരു മാറ്റ് ഫിനിഷ് ആണ്. എന്തായാലും സംഗതി കൊള്ളാം അല്ലേ? വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റെയിലിന്റെ ആ ഒരു ഇത് നോക്കിയേ. ഇനി ഇവിടെ വന്നേക്കുന്ന ഷാങ്ലിയർ നോക്കേ. അപ്പോൾ മൂടി വെച്ചേക്കണേണ്. അത് പുത്തനായോണ്ട് മൂടി വെച്ചേക്കാണ്. അതിനെ കുറച്ചുകൂടെ അടുത്ത് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇനി ഇതാ ഇവിടെ താഴേക്ക് നോക്കി ആ ഒരു വാട്ടർ ബോഡി. ഇത് പറഞ്ഞാൽ ആ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി കൃത്യമായിട്ട് കാണാൻ പറ്റത്തുള്ളൂ അല്ലേ? എനിക്കൊന്ന് ആ സെൻറ്ററിലുള്ള ചെടി പ്ലാസ്റ്റിക് അല്ലല്ലോ. പ്ലാസ്റ്റിക് ആണ്. അത് പ്ലാസ്റ്റിക്കാ അല്ലേ? അതെ. ഓ, അപ്പോൾ ഇനി നമുക്ക് ഇവിടേക്ക് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നല്ലൊരു സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലിവിങ് സ്പേസ് ആയിട്ടൊക്കെ വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാവുന്ന ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്കൊരു ബെഡ്റൂം ഉണ്ട്. ഇതാ ഈ ഭാഗത്താണ് ഒരു ബെഡ്റൂമിൻ്റെ സ്ഥാനം. അപ്പോൾ നമുക്ക് നേരെ ബെഡ്റൂം കയറി കാണാം. അപ്പോൾ ദാ താഴത്തെ ആദ്യം കണ്ട ബെഡ്റൂമിൻ്റെ സ്ഥാനത്താണ് ഈ ഒരു ബെഡ്റൂം. നോക്കേ, എൻ്റർലി വേറൊരു തീമാണ്. ആ തീമേ അല്ല ഡിസൈൻ. പക്ഷേ റൂമിന്റെ ഒരു സ്റ്റൈൽ ഒരേപോലെയാണ്. സ്റ്റൈൽ ഒരേപോലെ, ഒരേ സ്റ്റൈലാണ്, ഒരേ ഡിസൈൻ പാറ്റേൺ, വലിപ്പമൊക്കെ ഒരേപോലെയാണ്. ഇതാ ആ ഒരു ബെഡ് സ്പേസ് നോക്കിയേ, ഹെഡ് സ്പേസ് നോക്കിയേ, അവിടെ കൊടുത്തേക്കുന്ന ഡിസൈൻ വർക്കുകൾ അതിലൊക്കെ പാറ്റേൺ വ്യത്യാസമുണ്ട്. ഇവിടെയായിട്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമുക്ക് AC കൊടുത്തേക്കുന്ന കാണാൻ പറ്റും. ഗോദ്രേജിൻ്റെ പുതിയ AC ആട്ടോ, പഴയതൊന്നുമല്ല. അതേപോലെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാവുന്ന ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം ഇത് കഴിയുമ്പോൾ. അപ്പോൾ ഇതുവഴി ഡോറുണ്ട് എന്നുള്ള കാര്യം മാത്രം ഓർത്തിരിക്കുക. അപ്പോൾ അതേപോലെ തന്നെ കയറി വരുമ്പോൾ കാണുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ചെറിയ കബോർഡ് വർക്ക് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെയായിട്ട് വലിയ ജനാല കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ ഒരു ടേബിൾ സ്പേസ് തന്നെ ഇട്ടേക്കാണ്. ഇതിൻ്റെ പുറകുവശത്തെ സ്ഥലമുണ്ടല്ലോ, അതൊരു വലിയ ജാതി മരത്തോട്ടമാണ് കേട്ടോ. ഒന്ന് അടുത്ത് കാണിച്ചു കൊടുത്തേക്കണേ. ആ ഒരു ജാതി മരത്തിന്റെ തോട്ടം, ജാതിക്ക തോട്ടം. ഒരു സിനിമ ജാതി നിന്റെ നോട്ടം. നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ നീ. പലർക്കും നിനക്ക് ഇനി ഇതിനകത്ത് ആരാധകർ തന്നെ വേറെ ഉണ്ടാവും. അപ്പോൾ ഓക്കെ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ അതുകൂടെ പറയണം, ആ തോട്ടം വിൽക്കാനാട്ടോ ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് വേണേൽ വാങ്ങിക്കാം. അതിന്റെ പ്രൈസ് ഞാൻ ഇതിൻ്റെ കൂടെ പറയുന്നില്ല. അവിടെയും ബിസിനസ്, അവിടെയും ബിസിനസ് അല്ല, അവിടെയും ഡീൽ. അവിടെയും ഡീലാണ്. സ്റ്റാർട്ട് ഡീലിന്റെ മറ്റൊരു ഡീലാണ് അവിടെ. അപ്പോൾ ഇത് ഒരേക്കറായിട്ടൊക്കെ വേണമെന്നുള്ളവർക്ക് 50 സെന്റ് സ്ഥലം അവർ കൊടുക്കാനാണ്. പ്രൈസ് കൂടും. ഇവിടെയായിട്ട് വാർഡ്രോബ് വെച്ചിട്ടുണ്ട്. താഴത്തെ വാക്കിംഗ് വാർഡ്രോബ് ആയിരുന്നു സൂപ്പർ അല്ലേ? അതെ അല്ലേ? ഇവിടെ നോക്കി, ഇവിടുത്തെ സീലിംഗ് വർക്ക് നോക്കി, വെറൈറ്റി ഡിസൈൻ അല്ലേ? അതൊരു എന്താ സ്റ്റീലാണോ സംഭവം? എന്തെങ്കിലും കൊള്ളാതെ ഡ്രസ്സുണ്ട്. നീ ഇവിടെ ഈ ഒരു സൈഡിലും സ്പേസ് ഉണ്ടോ? 2 സൈഡിലും നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. വാർഡ്രോബ് എന്ന് പറയുമ്പോൾ ചെറിയ വാർഡ്രോബ് എന്നല്ല, നല്ല മതിയായ വാർഡ്രോബ് തന്നെ. ഇതാ ഇവിടെയായിട്ട് നമുക്ക് വലിയ മിറർ ഈ ഭാഗത്ത് കൊടുത്തേക്ക് നമുക്ക് കാണാം. ബാത്റൂം ഇവിടെയും ഗ്ലാസ് ഡോറാണ് ബാത്റൂമിന്. പക്ഷെ ഒന്നും കാണാൻ പറ്റൂല. അതെ അതെ, ട്രാൻസ്പെറന്റ് അല്ല. ബാത്റൂമിനുള്ളിലേക്ക് അറിയേ സ്പേഷ്യസ്, പതിവ് തെറ്റിച്ചില്ല. ഇവിടെയും നല്ല സ്ഥല സൗകര്യം. ലാസ്റ്റ് പോർഷനായിട്ടുള്ള ബാത്ത് ഏരിയ ആയിരുന്നു. നോക്കിയേ, ബാത്ത് ഫിറ്റിങ്സ് ഒക്കെ നോക്കിയേ, എല്ലാം കോളറിൻ്റെ ആണ് കേട്ടോ. ഫുള്ള് ഫിറ്റിങ്സ് കോളറിൻ്റെ ആണ്. ഇവിടെയായിട്ട് നമ്മുടെ ക്ലോസറ്റ് സെറ്റ് വരുന്നുണ്ട്, അതും കോളറിൻ്റെ ആണ്. ഈ ഒരു സൈഡിലായിട്ട് വാഷ് ബേസിൻ വരുന്നുണ്ട്. ഇവിടുത്തെ വിൻഡോ നോക്കി, വലിയ വിൻഡോ അല്ലേ, സൂപ്പർ. അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് അടുത്ത റൂമുകൾ കണ്ടിട്ട് വന്നിട്ട് നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഭാഗം ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഈ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഭാഗം ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് 2 ബെഡ്റൂം കൂടെ ഇവിടെ കാണേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം അതങ്ങ് കണ്ടാലോ? നിങ്ങൾ ഞെട്ടും. മാസ്റ്റർ ബെഡ്റൂം കാണിക്കുന്നതിന് മുമ്പ് ഇവരെ ഇതൊന്നും കൂടെ കാണിച്ചേക്ക്. ഈ ഒരു ഷാങ്ലിയർ ലൈറ്റ് കൂടെ നടത്ത് കാണിച്ചേ. എന്ത് വലിയ ലൈറ്റാണെന്നുള്ള കാര്യം. ഈ ഭീമാകാരമായ ലൈറ്റ്, ഭീമന്റെ ഗത മാതിരിയുള്ള ലൈറ്റ്. സംഗതി കൊള്ളാം അല്ലേ? അപ്പോൾ നമുക്ക് ബെഡ്റൂമിലേക്ക് കയറിയാലോ? വാ, ബെഡ്റൂമിലേക്ക് വാ.
ആദ്യം തുറക്കുമ്പോൾ തന്നെ നിങ്ങൾ കയറുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വാർഡ്രോബിലേക്കാണ് കയറുന്നത്. നിങ്ങളുടെ വാർഡ്രോബ് സ്പേസിലേക്കാണ് കയറുന്നത്. അപ്പോൾ നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് വാർഡ്രോബിൽ വേണമെങ്കിൽ ഒരു ബെഡ് ഇട്ടിട്ട് കിടക്കാം. അപ്പം ഇവിടെ ഗ്ലാസ് ഡോർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഗ്ലാസ് ഡോർ തുറക്കുമ്പോഴാണ് നമ്മുടെ ബെഡ്റൂമിനുള്ളിലേക്ക് കയറുന്നത്. എന്താ ലക്ഷറി. ബേബിൻ്റെ ഒക്കെ നോക്കി. ഹായ്, സൂപ്പർ സിറ്റിംഗ് സ്പേസ് കൊടുത്തേക്ക് നോക്കിയേ. ഇത് കലക്കനായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു തൂണ്, ഇതൊക്കെ പില്ലറാട്ടോ, അത് വെറുതെ ഷോയ്ക്ക് ചെയ്തേക്കുന്നില്ല, വലിയൊരു പില്ലറാണ്. ഇത് കൊടുക്കുന്ന ജനാലകൾ നോക്കിയേ ഇതാ. അപ്പോൾ ഇവിടെ വന്നു നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള വ്യൂ ആണ് വ്യൂ എന്ന് പറഞ്ഞത്. ഇവിടെ താഴെ പാടമാണ് കേട്ടോ. ആ താഴെ പാടം ഏരിയയൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് കാണാൻ പറ്റുന്നത് ആ ജനാലയുടെ നോക്കുമ്പോൾ. അതേപോലെ തന്നെ ഈ കോർണറിലും ഇതേപോലെ തന്നെ കേട്ടോ. ഇവിടെ എല്ലാം ബ്ലൈൻഡ്സ് ഉണ്ട്. പ്രൈവസിയുടെ കാര്യത്തിൽ ആർക്കും ടെൻഷൻ വേണ്ട, ഫുള്ള് ബ്ലൈൻഡ്സ് ഉണ്ട്, മൊത്തത്തിൽ ബ്ലൈൻഡ്സ് ഉണ്ട്. പിന്നെ അതിനേപോലെ ഇതിനകത്ത് നോക്കി ആ ഒരു സ്ട്രിപ്പ് ലൈറ്റ്, ആ ഒരു പ്രൊഫൈൽ ലൈറ്റ് വരുമ്പോൾ ഉള്ള ഭംഗി. അതല്ല ഇവിടെ കൊണ്ടുവരുന്ന ഹാങ്ങിങ് ലൈറ്റ്സ് നോക്കി, ഇത് രസമുള്ള ഹാങ്ങിങ് ലൈറ്റ് ആണല്ലേ, പിണ്ടി പോലെ അല്ലേ, പിണ്ടി ലൈറ്റ്. ഗോദ്രേജിൻ്റെ ഇൻവെർട്ടർ AC കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ടേബിൾ സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പേസ് എന്തെങ്കിലും ലാപ്ടോപ്പൊക്കെ വെച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും വാർഡ്രോബ്. ഇവിടെയും വാർഡ്രോബ്. ഈ ഒരു ഭാഗത്തും ഫുള്ള് സ്റ്റോറേജ് സ്പേസ് ആണ്, മൊത്തത്തിൽ സ്റ്റോറേജ് സ്പേസ്. അങ്ങ് മുകളിൽ വരെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഓക്കെ, കണ്ടോ. ഇനിതാ ഇവിടെ ഈ ഒരു സാധനം നീ ആദ്യം വന്നപ്പോൾ സംശയം പറഞ്ഞ സാധനം ഇതെന്താണ്? എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും സംശയം തോന്നിയിട്ടുണ്ടാവും അല്ലേ? ബെഡ്റൂമിനുള്ളിൽ ഒരു തീ കത്തുന്ന ഒരു എഫക്റ്റ്. അപ്പോൾ നൈറ്റ് ഒക്കെ ആവുന്ന സമയത്ത് റൊമാൻറ്റിക് ആണെന്നൊക്കെയാണ് സാറ് പറയുന്നത്. അല്ല, റൊമാൻറ്റിക് ആകാം, അത് അങ്ങനെയൊക്കെ അതിനെ വിലയിരുത്താം അല്ലേ? അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറ. ഇനി ഇതാണ് ബെഡ് സ്പേസ്. അപ്പോൾ നോക്കി എന്ത് ഭംഗിയായിട്ടാണ് ആ ഒരു സ്പേസ്. 2 സൈഡിൽ സൈഡ് ടേബിൾസ് ഒക്കെ കൊടുത്ത് വളരെ ലക്ഷറി ആയിട്ട്. സീലിംഗ് കാണിച്ചു കൊടുത്തേ, സീലിംഗ് കാണിച്ചു കൊടുത്തു നോക്ക്. വേണ്ടാ, ക്ലാസ് ഡിസൈൻ അല്ലടാ, എസ് ഡിസൈൻ. അത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വാർഡ്രോബിലേക്കൊക്കെ കിടക്കാം. സത്യം പറഞ്ഞാൽ വാർഡ്രോബ് സ്പേസ് ആണ് ഇത്. ഫുള്ള് എല്ലാം വാർഡ്രോബാണ്. വാർഡ്രോബിനകത്താണ് നമുക്ക് കൂട്ടിയത്. ഈ നമ്മുടെ അമേരിക്കക്കാർ പറഞ്ഞ ക്ലോസറ്റിനകത്താണ്, അമേരിക്കൻ ക്ലോസറ്റ്സ്. അപ്പോൾ ഇവിടെ ഫുള്ള് സ്റ്റോറേജ് സ്പേസ് ആണ്. ഇവിടെ ഡ്രസ്സിങ് മിറർ, ഇവിടെയാണ് നമ്മൾ ഒരുങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ ഡ്രസ്സിങ് മിറർ. നോക്കി, വലിയ മിററാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സൈഡിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ വീഡിയോ 1 മണിക്കൂറായിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും ബാക്കി സ്ഥലങ്ങൾ കണ്ടു തീർക്കാം. ഇതൊക്കെ നിങ്ങൾ കാണണം തീർച്ചയായിട്ടും. ബാത്റൂമിലേക്കാണ് കയറാൻ പോകുന്നത്. ബാത്റൂമിന്റെ ഭിത്തിയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഗ്ലാസ് ആണ്, മൊത്തം ഗ്ലാസ് ആണ് കേട്ടോ. മാസ്റ്റർ ബെഡ്റൂമിന്റെ ബാത്റൂമിനുള്ളിലേക്ക് വാ. ഇതാണ് ബാത്റൂം. വാഷേരി നോക്കി, എന്ത് വലിയ വാഷേരിയാണ്. കോളറിന്റെ വലിയ മിറർ, എയർ വെന്റിലേഷൻ വിൻഡോ, LED ലൈറ്റ്സ്, ക്ലോസറ്റ് ഏരിയ ഇതാ ഇവിടെയായിട്ട് നോക്കാം. അതും കോളറിൻ്റെയാണ് ഇവിടെ തേക്കുന്നത്. നോക്കി എന്ത് ക്ലാസ് ആയിട്ടാണ്. ഇവിടെ ആയിട്ടാണ് നമ്മളുടെ ബാത്ത് ഏരിയ വരിക. വലിയ റെയിൻ ഷവറാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതെല്ലാം കോളറിൻ്റെയാണ്. ഇനി നിങ്ങൾക്ക് സ്റ്റീം ഫിറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രൊവിഷൻ ഇവിടെ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റീം ബാത്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. സീലിങ്ങിനകത്തായിട്ട് തന്നെയാണ് LED ലൈറ്റുകളൊക്കെ കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഗ്ലാസ് പാർട്ടീഷൻ വർക്കുകൾ ചെയ്തിരിക്കുന്നു. അപ്പോൾ ബാത്റൂം നല്ല മതിയായ ബാത്റൂമാണ്. അപ്പോൾ ഇനി വേറൊരു സ്പേസും കൂടെ. ഇനി ഇവിടെ ഈ സ്പേസ് സത്യം പറഞ്ഞാൽ എന്തിനായിട്ടിടാം? യോഗ ചെയ്യാം. യോഗ ചെയ്യാം, ശരിയാണ്, യോഗ ചെയ്യാമല്ലോ. ഇവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു സ്പേസ് കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു ബാൽക്കണി സ്പേസ് ആണ് ഇവിടെ. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിരിക്കാം. പ്രൈവസിയുടെ കാര്യം ആണ് ഏറ്റവും വലിയ കാര്യം. ഈ പറമ്പും കൂടെ നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇനി ഇവിടെ നാളെ ഒന്നും വരാനില്ല. ഈ പറമ്പ് നിങ്ങളുടെ സ്വന്തമാണ് കേട്ടോ. അവിടെ എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തിട്ടേക്ക് നോക്കി. ഫുള്ള് ജാതിക്കൊക്കെ പഴുത്തിട്ടുണ്ട് കേട്ടോ. വാവ്. അപ്പോൾ നാളെ ഫ്യൂച്ചറിലൂടെ വേറെ പ്രോപ്പർട്ടി ഒന്നും അല്ലെ വേറെ വീടോ മറ്റു കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ നിങ്ങൾക്ക് വേണേൽ വാങ്ങിച്ചിടാൻ പറ്റും. അതും ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ താഴത്തെ പാടം നിങ്ങൾക്ക് എന്തിനേലും ആവശ്യമുണ്ടോ അതും വേണമെങ്കിൽ വാങ്ങിക്കാനുള്ള ഓപ്ഷൻ നമ്മൾ ചെയ്തു തരും. നമ്മുടെ കയ്യിലില്ലാത്ത ഡീലുകൾ നമ്മൾ എന്തും ചെയ്ത് എന്ത് ഡീലും നമ്മൾ പിടിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഡീലും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് 5ാമത്തെ ബെഡ്റൂമിലേക്ക് പോയാലോ. 5ാമത്തതും അവസാനത്തെ ബെഡ്റൂം. ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ നടന്നൊരു പരിവാവും. ഇവിടെ എല്ലാം ഗ്ലാസ് ആണ്, പൂർണ്ണമായിട്ട് ഗ്ലാസ്സാണ്. അയ്യോ, ഇനി ഒരു ബാൽക്കണി ഇവിടെ കാണിക്കാനുണ്ട്. ഒരു ബാൽക്കണിയിലുണ്ട്. ഇവിടെ ബാൽക്കണി. എൻ്റെ അമ്മോ, ഈ ബാൽക്കണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൂളിൻ്റെ ആ ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് താഴോട്ട് ഇറങ്ങിയിട്ട് പൂള് കാണിച്ചു കൊടുത്തേ. അതാണ്
അവിടെ നിന്നൊരു പൂള് കാണാം, അതിൻ്റെ അപ്പുറത്തെ കുളവും കാണാം കേട്ടോ. ആ കുളമോടെ കാണിച്ചൊരു എന്താ. ഇനി ആ പടിഞ്ഞാറോട്ടുള്ള ആ വ്യൂ ഒന്ന് കാണിച്ചു കൊടുത്തേ, ആ പാടത്തിൻ്റെ ആ ബാക്കി സൈഡിലുള്ള വ്യൂ. അപ്പോൾ നമ്മൾ വളരെ ടെൻസ്ഡൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കസേര ഇട്ട് വന്നിരുന്ന് അത്യാവശ്യം ഒരു വിസ്കി ഓൺത്രോക്സ് ഡൈസൊക്കെ ഇട്ട് അങ്ങനെ അടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും, നല്ല ഭംഗിയായിരിക്കും. പിന്നെ നമുക്ക് ഒരു സിനിമക്കുള്ള കഥ എഴുതാനുള്ള അതുകൊണ്ടാണല്ലോ സിനിമാക്കാർ ഈ വീടിനെ ഇഷ്ടപ്പെട്ടത്. ഒരു റിസോർട്ട് ഫീല്, ക്ലൈമറ്റ് വെച്ചിട്ടുള്ള റിസോർട്ട് എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് അല്ലാതെ എൻജോയ് ആംബിയൻസ് അങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ ഈ വീടിനകത്തുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെയും തീം വേറൊരു തീം തന്നെയാണ്. ആ വർക്ക് ചെയ്തേക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എൻ്റെ വേറൊരു തീമായിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനെയും ചെയ്തേക്കുന്നത്. ഹെഡ് സ്പേസും ആ ഒരു ബെഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇനി ഇവിടെയും ജനാലകൾ ആവശ്യാനുസരണം കൊടുത്ത് ഇവിടെയും വലിയ ഓപ്പണിംഗ് കൊടുത്തേക്ക് കാണാം ഈ ഒരു ഭാഗത്തായിട്ടും. അതേപോലെ തന്നെ ഇവിടെ ആയിട്ടും ജനാലകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. എല്ലാത്തിനും ബ്ലൈൻഡ്സ് ഉണ്ട്. അതേപോലെ തന്നെ AC, ഇവിടെയും ഗോദ്രേജിൻ്റെ AC ഉണ്ട്. ഇവിടുത്തെ സീലിംഗ് വർക്ക് കാണിച്ചു കൊടുത്തരാം. ഇതാണ് ഇവിടുത്തെ സീലിംഗ് വർക്ക്. അവിടെയും ഓറിയന്റിൻ്റെ ഫാൻ ഉപയോഗിച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അവിടെയും ആ ഒരു സൈഡിലായിട്ടും വിൻഡോസ്, അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 3 ഭാഗത്തും ഈ റൂമിൻ്റെ 3 ഭിത്തികളിലും ജനാലകൾ, വെന്റിലേഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇവിടെയായിട്ടാണ് വാർഡ്രോബിൻ്റെ സ്ഥാനം. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബിൻ്റെ സ്പേസ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ വാർഡ്രോബ് മാത്രമേ എനിക്ക് ഇച്ചിരി ചെറുതായിട്ട് തോന്നിയുള്ളൂ ഈ റൂമിൻ്റെ. ചെറുതായിട്ട് തോന്നിയുള്ളൂ, പക്ഷെ നല്ല വലുതാണ്. അല്ല, എനിക്ക് തോന്നിയില്ല. കാരണം ഇതിൻ്റെ മറ്റു റൂമുകളെ അപേക്ഷിച്ച് ഇവിടുത്തെ ബാത്റൂമും എനിക്ക് ഈ ഒരു ബാത്റൂമാണ് ഈ വീട്ടിലെ ചെറിയ ബാത്റൂം, പക്ഷെ വലിയ ബാത്റൂമാണ് ഈ വീട്ടിലെ ചെറിയ ബാത്റൂം. ലാസ്റ്റ് പോർഷനായിട്ട് വലിയ റെയിൻ ഷവറൊക്കെ വെച്ചുകൊണ്ട് ഇവിടെയാണ് ബാത്ത് ഏരിയ വരുന്നത്. സെൻട്രലായിട്ട് ക്ലോസറ്റ് ഏരിയ വരുന്നുണ്ട്. അങ്ങ് ഏറ്റത്തായിട്ട് വാഷ് ബേസിൻ ഏരിയയും കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. അവിടുത്തെ വാഷ് ബേസിൻ്റെ ഡിസൈനിൽ മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതെല്ലാം പക്ഷേ കോലറിന് തന്നെയാണ് കേട്ടോ. എല്ലാം ബ്രാൻഡാണ്. ബ്രാൻഡ് വിട്ടുള്ള ഒരു കളിയില്ലെന്നേ, ഫുള്ള് ബ്രാൻഡ് തന്നെ, അതിനൊന്നും കാര്യമില്ല. അപ്പോൾ ബാക്കിയുള്ള റൂമുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ റൂമിൻ്റെ ബാത്റൂമാണ് ഇച്ചിരി ചെറിയ ബാത്റൂം. സാധാരണ ഒരാളെ വെച്ച് നോക്കുമ്പോൾ അയാളുടെ വലിയ ബാത്റൂം അല്ലേ, അയാളുടെ വലിയ വാർഡ്രോബ്. ഇനി നമുക്ക് ഞാൻ നേരത്തെ ഒരു റൂം കാണിച്ചപ്പോൾ പറഞ്ഞു അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗം നിങ്ങളെ കാണിക്കാം. ഓക്കെ, കാറ്റാണ്, അമ്മാതിരി കാറ്റടിക്കുന്നത്. അപ്പോൾ ഇവിടെയായിട്ട് ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് തുണിയൊക്കെ ഉണക്കി വിരിക്കാനുള്ള സ്പേസ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതാണ് ആ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി വരാനുള്ള സ്പേസ് കേട്ടോ. കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തേക്ക്. AC ഔട്ട്ഡോർ യൂണിറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത്. ഇനി നിങ്ങൾക്കൊരു ജിമ്മ് വേണമെന്നുണ്ടെങ്കിൽ ആ ജിമ്മിനുള്ള സ്പേസിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയായിട്ടാണ് ആ ജിമ്മിനുള്ള സ്പേസ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ജിമ്മിൻ്റെ ഏരിയയിലേക്ക് വരാം. ഇതാണ് നിങ്ങളുടെ ജിമ്മ്. അപ്പോൾ ഇവിടെ ഫുള്ളും ഗ്ലാസ് ആണ്, ഓപ്പൺ ആണ് സ്പേസ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഫുള്ള് കവർ ചെയ്യണമെങ്കിൽ കവർ ചെയ്ത് അടച്ചിടണമെങ്കിൽ അടച്ചിടും. ഇത് മിറർ കേട്ടോ, മിറർ വേണേൽ ഫുള്ള് അടച്ചിടാനായിട്ട് പറ്റും. ഇതിൻ്റെ സൈഡിലും മിററുണ്ട്. അപ്പോൾ ഇതെല്ലാം സ്ക്വയർ ട്യൂബിൻ്റെ ആ ഒരു വർക്കാണ് കേട്ടോ ഈ ഒരു ഭാഗത്തെല്ലാം വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നോക്കിയേ, ഫുള്ള് ഗ്ലാസ് ആണ്. പിന്നെ ഇവിടെ ഫുള്ള് വർക്ക് ഈ ഒരു ഭാഗത്ത്. ഇനി ഇവിടെ വേണേൽ AC വെക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇനി അതേപോലെ തന്നെ നമ്മൾ ഇതാണ് റോഡ്. ഇവിടെ നിന്ന് റോഡ് കൃത്യമായിട്ട് അവരെ കാണിക്കും. നമ്മുടെ കാറ് കിടക്കുന്ന അതിൻ്റെ തൊട്ട് പുറകിലായിട്ടൊരു മതിൽ കാണാം. ആ മതിലിനോട് ആ കാറിന് പുറകിലായി കാണുന്നത് അവിടെ തന്നെയാണ് റോഡ് വരുന്നത്. ടാർ റോഡാണ്. അവിടെ നിന്ന് ജസ്റ്റ് ഇത്രയും ദൂരം മാത്രമേ ഉള്ളൂ ഈ ഒരു ഇവിടേക്ക്. ഇവിടുന്ന് ജസ്റ്റ് 100 മീറ്റർ പോലും ഇല്ല മെയിൻ റോഡിലേക്ക്. അപ്പോൾ ജിം സ്പേസ് നിങ്ങൾ കണ്ടേ. ഇനി ജിം സ്പേസ് കഴിഞ്ഞിട്ട് ഇനി വേറൊരു സ്പേസ് ഇവിടെ കാണിച്ചു തരാം. ഇവിടെ സ്പേസിലായിരുന്നു ഒട്ടും കുറവില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്പൺ ടെറസ് സ്പേസ് നോക്കിയേ, എന്ത് മതി. ഇതൊരു L ഷേപ്പിൽ ഇങ്ങനെ കിടക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേറെ കാണാനുണ്ടായതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇവിടെ ഇത്രയും ഓപ്പൺ ആയിട്ടുള്ളൊരു ടെറസ് സ്പേസ് ഉണ്ട്. ഈ ടെറസ് സ്പേസിൽ പോലും ഇവർ ചെടികളെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. അപ്പോൾ എന്താ പൈപ്പോ? ഓക്കെ, ഇനി നമുക്ക് കാണാൻ ഇതിൻ്റെ മുകളിലേക്ക് കയറണം. ഏറ്റവും മുകളിലെ ടെറസിൽ നമുക്ക് കയറി കാണണം അല്ലേ. അപ്പോൾ ടെറസിൽ കയറാനായിട്ട് വീണ്ടും നമുക്ക് ഇവിടേക്ക് വരാം കേട്ടോ. ഈ ടൈലിനെ പറ്റി പറഞ്ഞില്ലായിരുന്നല്ലോ. അയ്യോ, ഈ ഭാഗത്ത് ഫുള്ള് ടൈലല്ലേ. എന്താ സാറേ, എന്താ അല്ലേ. ഇതെല്ലാം ഫുള്ള് പോളികാർബണേറ്റ് ഷീറ്റാണ് കേട്ടോ. ഈ സൈഡിൽ ഫുള്ള് പോളികാർബണേറ്റ് ഷീറ്റാണ് മൊത്തം ഇട്ടേക്കുന്നത്. ഇനി നമുക്ക്
ഏറ്റവും മുകളിലേക്ക് കയറാം. ഈ വീടിൻ്റെ ടെറസിലേക്ക് എന്ന് വേണമെങ്കിൽ കയറാൻ പറ്റും. ഇവിടെ ആയിട്ടാണ് പടികൾ വരുന്നത്. അതും നമ്മുടെ മറ്റേ സ്റ്റെയറിൻ്റെ അതേ ഡിസൈൻ തന്നെയാണ്. കൈവരികൾക്ക് മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്, അല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇവിടെയൊക്കെ ഇഷ്ടംമാതിരി സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ വേണമെങ്കിലും കൺവേർട്ട് ചെയ്തെടുക്കാം. ഇവിടെ വരെ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതൊക്കെ എടുത്ത് പറയണം. സീലിംഗ് നല്ല ഭംഗിയായിട്ട്. അത് അലൂമിനിയമാണ് കേട്ടോ, ആ പൈപ്പുകൾ അലൂമിനിയമാണ്. ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും മുകളിലേക്ക് എത്താം. ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു പാർട്ടി സ്പേസ് ഉണ്ടാക്കാം, നല്ലൊരു ബാർ കൗണ്ടർ ഉണ്ടാക്കാം. നിങ്ങൾക്ക് പാർട്ടിയൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ നടത്താനായിട്ട് പറ്റും. മുകളിലേക്ക് നോക്കിയേ, ഇത് ACP ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് ഷീറ്റാണ്, ഡെക്കോർ ഷീറ്റ്സ് ആണ്. അപ്പോൾ ഡെക്കോർ ഷീറ്റ്സ് ഒക്കെ ഇപ്പം കേരളത്തിൽ വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുക. മഴ പെയ്താൽ വെള്ളം വരുന്ന സൗണ്ട് കേൾക്കത്തില്ല, ചൂട് കിട്ടത്തില്ല. പിന്നെ ഇവിടെ ആയിട്ട് വാട്ടർ ടാങ്ക് 2000 ലിറ്ററിൻ്റെ 2 ടാങ്ക് കൊടുത്തിട്ടുണ്ട്. താഴത്തായിട്ട് പ്രഷർ പമ്പ് കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ സോളാർ വാട്ടർ ഹീറ്റർ ഈ ഒരു ഭാഗത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ഡെക്കോർ ഷീറ്റ് കാണിച്ചു കൊടുത്തേ, ഡെക്കോർ ഷീറ്റ് ഉണ്ടോ. അപ്പോൾ ആ വീടിൻ്റെ ഫ്രണ്ടിലെ A ഷേപ്പ് എന്താണെന്നുള്ള കാര്യം ഇവിടെ വരുമ്പോൾ വൃത്തിയായിട്ട് മനസ്സിലാവും നിങ്ങൾക്ക്. ആ A ഷേപ്പ് ഡിസൈന് വേണ്ടി മാത്രമാണ് കൊടുത്തേക്കുന്നത്. വീട് ഫുള്ള് വാടക വീടാണ്, ആ കാര്യത്തിൽ ആർക്കും ടെൻഷൻ വേണ്ട. ഇവിടെ ആയിട്ടാണ് ആ ഒരു A ഷേപ്പിൻ്റെ ഡിസൈൻ. അപ്പോൾ ഇതാണ് ഡെക്കോർ ഷീറ്റ്സ്. ഇവിടെയും സ്പേസ് ഉണ്ട് കേട്ടോ. ഇതിനടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്റ്റോറേജ് സ്പേസ് ഇവിടെയുണ്ട്. എന്തോരം സ്റ്റോറേജ് സ്പേസ്. ഇനി ഈ ഒരു പാടം കാണിച്ചു കൊടുത്തേ. ഈ ഒരു പാടവും അതിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ലല്ലേ, അസാധ്യ വ്യൂ ആണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം പാടവും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വാങ്ങിക്കാനായിട്ട് പറ്റും. അതിനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീട് പൂർണ്ണമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ? കണ്ടു കഴിഞ്ഞു. പ്രൈസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, 8.5 കോടി രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്, ഒരുപാടല്ല, അത്യാവശ്യം നെഗോഷ്യബിൾ ആണ്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നമ്പർ എടുക്കുക, വിളിക്കുക. അപ്പോൾ നേരിട്ട് വന്ന് സ്ഥലം കാണുക, വീട് കാണുക, പണിയൊക്കെ കണ്ട് വിലയിരുത്തുക, എന്നിട്ട് മാത്രം ഡീൽ ഉറപ്പിക്കുക. അപ്പോൾ അടുത്ത സ്ഥലം വേണമെങ്കിൽ ആ സ്ഥലവും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ക്ഷീണിച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം അത് ചെയ്തോ. ചെയ്യും. ഓക്കെ ബൈ. ഓക്കെ ബൈ.